വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്കുകൂടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം അരുളുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്. കർത്താവേ, അവിടുത്തെ വലിയ മനസ്സിലവിനായിട്ട് വലിയ കരുണയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവേ ഞങ്ങളുടെ മനസാക്ഷിയെ പരിപൂർണമായിട്ട് അവിടുന്ന് ശുദ്ധീകരിച്ചാട്ടെ. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ മുഖപ്രകാശം ഞങ്ങളിലേക്ക് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ഞങ്ങൾക്ക് കാണണം, അങ്ങേ ഞങ്ങൾക്ക് കേൾക്കണം. കർത്താവേ, അങ്ങയോട് ചേർന്നിരിക്കണം. കർത്താവേ, അവിടുന്ന് തന്നെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ അല്പസമയം കർത്താവേ അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ കർത്താവെ ആ ബദനിയിലെ മറിയം ചെയ്തതുപോലെ കർത്താവെ ആ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ പല കാര്യങ്ങളെ ഓർത്ത് വീണ്ടും വിചാരപ്പെട്ടുകൊണ്ടിരിക്കാതെ കർത്താവെ എല്ലാ ഭാരങ്ങളും അവിടുത്തെ മേൽ ഇട്ടുകൊണ്ട് കർത്താവെ അങ്ങേ കേൾക്കുവാനുള്ള ഒരു ദാഹത്തോടെ ഞങ്ങളെ സൃഷ്ടിച്ചവന്റെ ആ ശബ്ദത്തെ കേൾപ്പാൻ, സർവ്വത്തെ സൃഷ്ടിച്ചവനായ വാക്കുമാറാത്തവനായ കർത്താവിന്റെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം ഉളവാക്കിയ ആ സർവശക്തന്റെ ആ സ്രഷ്ടാവിന്റെ ശബ്ദത്തെ കേൾപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങളോ കുറയണം, അവിടുന്ന് വളരണം. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം നമുക്കറിയാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയമാണ്. അതിന്റെ ലൊക്കേഷൻ ആൻഡ് ടൈമൊക്കെ നമുക്കറിയാം. നമ്മള് ഇപ്പൊ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ എടുത്ത് അതിന്റെ ലൊക്കേഷനും ടൈമും ഒക്കെ ചിലതിനകത്ത് ഫോട്ടോയ്ക്കകത്ത് തന്നെ ഇന്ന ഡേറ്റിൽ ഇത്ര സമയത്ത് ഇന്ന ഫോൺ വെച്ചെടുത്ത് ഫോട്ടോ എന്നൊക്കെ ചിലതിനകത്തൊക്കെ ഇങ്ങനെ പ്രിന്റ് ആയിട്ട് വരും എന്ന് പറയുന്നത് പോലെ നമ്മളിവിടെ അതിന്റെ ലൊക്കേഷൻ അവര് അവര് വാതിലുകളൊക്കെ അടച്ചിട്ട് 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ജെറുസലേമിൽ തന്നെയാണ് നടക്കുന്നത്. ജെറുസലേമിന് വെളിയിലാണ് കർത്താവിനെ കാൽവരി മലയിൽ കർത്താവിനെ ക്രൂശിച്ച് അതിനോട് ആ ക്രൂശിക്കപ്പെട്ട ഇടത്തോട് ചേർന്നാണ് എന്തുണ്ടായിരുന്നത്, അവിടെ ഒരു ഗാർഡൻ, ഒരു തോട്ടം ഉണ്ടായിരുന്നേ. ആ തോട്ടത്തിലായിരുന്നു കല്ലറയെന്നൊക്കെ നമ്മൾ ആ 19-ാം അധ്യായത്തിന്റെ, അതായത് യോഹന്നാൻ 19-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തില് അവര് ആ ക്രൂശിച്ച ഇടത്ത് 41-ാമത്തെ വാക്യം, യോഹന്നാൻ 19:41 അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ. അപ്പൊ ആ കാൽവരി മല അല്ലെങ്കിൽ ഗൊൽഗോഥ മല, കാൽവരി എന്നുള്ള വാക്ക് ലത്തീൻ ഭാഷയിലെ ലാറ്റിൻ പദമാണെങ്കിൽ ഗൊൽഗോഥ എന്നുള്ളത് എബ്രായ പദമാണ്, തലയോടിടം എന്നുള്ളത് മലയാളം പദമാണ്, പ്ലേസ് ഓഫ് എ സ്കൾ എന്നുള്ളത് ഇംഗ്ലീഷ് പദമാണ്. എല്ലാം ഒന്ന് തന്നെ. തലയോടിടം, പ്ലേസ് ഓഫ് എ സ്കൾ, ഗോൽഗോത്ത, കാൽവരി എന്ന് പറയുമ്പം ക്രേനിയോൺ എന്നുള്ളതാണ് അതിന്റെ ഗ്രീക്ക് പദമായിട്ട് വരുന്നത്. അപ്പൊ അത് ആ ഒരു തലയോട് എന്നുള്ളത് ക്രേനിയൻ, നമ്മൾ ഈ മെഡിക്കൽ ഭാഷയിലൊക്കെ ക്രേനിയൻ എന്നൊക്കെ നമ്മൾ പറയുന്ന അപ്പൊ ആ കാൽവരി മല ആ തലയോടിന്റെ ഏകദേശം ആകൃതിയിലുള്ള ഒരു മല ആയതുകൊണ്ടോ ഒരുപാട് ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ക്രൂശീകരണങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു തലയോട് എന്ന് പറയുന്ന ഒരു ഡേഞ്ചർ സിമ്പിളായിട്ട് തലയോടും എല്ലുകളും ഒക്കെ നമ്മൾ കാണുന്നത് അല്ലേ. ഇപ്പൊ എന്ന് പറയുന്നത് പോലെ അതുപോലെയൊക്കെയുള്ള വളരെ ഭയാനകമായ ഒരു മലയില് അതുപോലുള്ള ഒരു വളരെ ദുഃഖത്തിന്റെയും നെടുവീർപ്പിന്റെയും ഞെട്ടലിന്റെയും ഒക്കെ ഉള്ള വല്ലാത്ത ക്രൂരതയുടെ ആ ഒരു മലയില് കർത്താവ് കരുണാസ്വരൂപനായിട്ടുള്ള കർത്താവിനെ അവര് ക്രൂശിച്ച ആ സ്ഥലത്ത് തന്നെ, അതാ യോഹന്നാൻ 19:41 ഒരു തോട്ടം, ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ മുമ്പേ ആരും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറ, അത് അരിമത്ഥ്യ ജോസഫിന്റെ കല്ലറയാന്നൊക്കെ നമ്മൾ അവിടെയും പിന്നെ നമ്മള് മർക്കോസ്, ലൂക്കോസ്, മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ നമ്മൾ അതൊക്കെ കണ്ടു. അപ്പൊ ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ആദ്യം കണ്ടത് മഗ്ദലക്കാരത്തി മറിയുവാന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം മറിയത്തിന്റെ കൂടെ വന്നിരുന്ന സ്ത്രീകളെ ആണ് കർത്താവിനെ പിന്നീട് കണ്ടതായിട്ട് നമ്മൾ മത്തായി 28-ാം അധ്യായത്തിൽ കണ്ടു. പിന്നെ മൂന്നാമതായിട്ട് കർത്താവ് അതേ ദിവസം തന്നെയാണ് എമ്മാവുസിലേക്ക് പോകുന്ന, യെരുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് നിരാശരായിട്ട് മടങ്ങിപ്പോയ 2 ശിഷ്യന്മാർ. അത് ഒന്ന് ക്ലയോപ്പാവാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ടാമത്തെ ശിഷ്യൻ ക്ലയോപ്പാവിന്റെ ഭാര്യ ആയിരുന്നിരിക്കണം. അവര് വീട്ടിലേക്ക് കടന്നു പോകുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ആയിരുന്നിരിക്കണം. പിന്നെ കർത്താവ് പത്രോസിന് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് പത്രോസിന് ഓൾറെഡി ആ സമയത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മള് മേ ബി അപ്പൊ രാവിലെ 2 പ്രത്യക്ഷപ്പെടല് കർത്താവ് മഗ്ദലക്കാരത്തി മറിയത്തിനും ഈ ബാക്കിയുള്ള മറിയമാർക്കും കൂടെ വന്ന സഹോദരിമാർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഉച്ചയോടെ കർത്താവിന്റെ ഒരു 3 hour ബൈബിൾ സ്റ്റഡി ഒക്കെയാണ് അവിടെ. ഉയർത്തെഴുന്നേറ്റ് ദിവസം തന്നെ ആദ്യം തന്നെ ഒരു 3 hour ബൈബിൾ സ്റ്റഡി കർത്താവ് അവിടെ നമ്മുടെ എമ്മാവുസിലെ ശിഷ്യന്മാർക്ക് 3 hour എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം. 7 മൈല് 11.25 കിലോമീറ്റർ
വാക്കിംഗ് ഡിസ്റ്റൻസ് ഒരു 3 hours ഒക്കെ എടുക്കും. അപ്പൊ യെരുസലേമിൽ നിന്ന് എമൗസ് വരെയുള്ള ആ ഒരു അത്രയും സമയം കർത്താവ് അവരോട് പഴയ നിയമ പുസ്തകങ്ങൾ ജെനസിസ് ടു മലാക്കി ത്രൂ ദ ബൈബിൾ, ഓൾഡ് ടെസ്റ്റമെന്റ് ബൈബിൾ സ്റ്റഡി സാക്ബർ 70 hours എടുത്തത് നമ്മുടെ കർത്താവ് ആണെങ്കിൽ 3 hours കൊണ്ട് കർത്താവിനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ സമയമൊക്കെ ആയി കാണും. ക്ലയോപ്പാവിന്റെ ഭവനത്തിലേക്കൊക്കെ എത്തി അപ്പമൊക്കെ നുറുക്കി കൊടുത്ത അവര് കർത്താവിനെ തിരിച്ചറിഞ്ഞതും കർത്താവ് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതും പിന്നെ അവർ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ, അവർക്ക് പെട്ടെന്ന് തിരിച്ചു ഓടി വന്ന് അവർ യെരുസലേമിലേക്ക് വന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പത്രോസിനൊക്കെ ഓൾറെഡി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ ഒരു കാര്യം. അങ്ങനെ ഒരു റെഫറൻസ് നമ്മൾ ലൂക്കോസ് 24 ആ റെഫറൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലൂക്കോസ് 24 അതിന്റെ 34 ലൂക്കോസ് 24:34 കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. അപ്പൊ ഈ ക്ലിയോപ്പാവ് ഭാര്യയും കൂടെ, ഒരുപക്ഷെ ക്ലിയോപ്പിന്റെ ഭാര്യയും തന്നെ വന്ന് ഈ ശിഷ്യന്മാരോട് എന്ന് പറയുമ്പോൾ ശീമോൻ ഓൾറെഡി പ്രത്യക്ഷപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്താണ് കർത്താവ് ആ ഉയർത്തെഴുന്നേറ്റ് ആ ഞായറാഴ്ച ദിവസം കർത്താവിന്റെ 5ാമത്തെ പ്രത്യക്ഷപ്പെടല്. അത് വൈകുന്നേരമായപ്പോഴത്തേക്കും, വൈകുന്നേരമായെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ യോഹന്നാൻ 20-ാം അധ്യായത്തില് 19ാമത്തെ വാക്യത്തില് ഇറ്റ് വാസ് ഈവനിങ് ഓൺ ദാറ്റ് ഡേ. അപ്പം അവര് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആദ്യം തന്നെ എന്നെ ക്രൂശിക്കാൻ നേതൃത്വം നൽകിയ കയ്യഫാവും അന്നാവും ഉണ്ട്, അവരെ ഒന്ന് ഞാൻ ആരാ മോനെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് കർത്താവിന് അവരോടൊക്കെ പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ പരീശന്മാര് കർത്താവിനെ കളിയാക്കിയ റോമൻ പടയാളികൾ, കർത്താവിനെ വാറുകൊണ്ട് അടച്ച പടയാളികൾ, അല്ലെങ്കിൽ പിലാത്തോസ് ഈ പുരുഷാരത്തിന്റെ വാക്ക് കേട്ട് വശമതനായി പോയ പിലാത്തോസിനെ സത്യം എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന പിലാത്തോസിനോട് ഞാൻ സത്യമായിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിലാത്തോസിനോ അവർക്ക് ആർക്കും കർത്താവ് പ്രത്യക്ഷപ്പെടാൻ നിൽക്കുന്നില്ല. അതായത് നമ്മളുടെ വഴികളും ദൈവത്തിന്റെ വഴികളും ഭൂമിയും ആകാശവും പോലെ, ഭൂമിയും സ്വർഗവും പോലെ ഉയർന്നിരിക്കുന്നതാണ്. സ്വർഗം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ വഴികളും നിങ്ങളുടെ വഴികളിൽ നിന്ന് എന്റെ വഴികളും ചിന്തകളും ഒക്കെ ഉയർന്നിരിക്കുന്നു എന്ന് നമ്മൾ യെശയ്യാവ് 55-ാം അധ്യായത്തിന് 8-9 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പൊ നമുക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇത് ഇന്ന ആളെ ഒന്ന് അറിയിക്കണം, എനിക്ക് എന്റെ പ്രാർത്ഥന ദൈവം ആൻസർ ചെയ്തു, കണ്ടോ ഞാൻ ആരാ, ഞാൻ എത്ര വലിയ ഭക്തയാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവം എന്നെ അപ്രൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും മറ്റുള്ളവരുടെ മുമ്പാകെ പ്രൂവ് ചെയ്യാനും മറ്റുള്ളവരുടെ മുമ്പാകെ തെളിയിക്കാനും വാദിക്കാനും ഡിഫെൻഡ് ചെയ്യാനും പ്രതിരോധിക്കാനും അതുപോലെ ഒക്കെയുള്ള നമ്മളുടെ ഒരു ജഡത്തിലുള്ള ഒരു വലിയൊരു ത്വരയുണ്ട്. എന്നാൽ കർത്താവിന്റെ സ്വഭാവം നമ്മളവിടെ കാണുന്നുണ്ട്. കർത്താവ് അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും, വലിയ വലിയ ആൾക്കാരെ ഒന്നും കർത്താവ് മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല. അന്നത്തെ വലിയ മതമേധാവികളും റോമൻ ഗവൺമെന്റിന്റെ വലിയ വലിയ ആൾക്കാരെ ഒന്നും, അല്ലെങ്കിൽ കൈസർ ചക്രവർത്തിയൊക്കെ തന്നെ ഞാനങ്ങ് പ്രത്യക്ഷപ്പെടാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇസ്രായേലിനെ അങ്ങ് റോമൻ ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച് കളയാനൊന്നും കർത്താവ് വിചാരിച്ചില്ല. കർത്താവ് ഏറ്റവും ആവശ്യത്തിലുള്ള, ഏറ്റവും താഴ്മയോടെ നുറുക്കത്തോടെ കർത്താവിന് ആവശ്യമുള്ളവർക്കാണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. അതും കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതിന്റെ ഓർഡറൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ മഗ്ദലക്കാരത്തി മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോൾ വേറെ ബാക്കിയുള്ളവർക്കെല്ലാം എവിടെങ്കിലും ഒക്കെ പോയി അവർക്ക് ആശ്വസിക്കാൻ ഇടമുണ്ടായിരുന്നു. എന്നാൽ ഈ മഗ്ദലക്കാരത്തി മറിയത്തിന് മാത്രം കർത്താവില്ലായിരുന്നെങ്കിൽ അവൾക്ക് പിന്നെ ആരും ഇല്ലായിരുന്നു. അവള് അത്രമാത്രം ആത്മാവിൽ ഏറ്റവും ദരിദ്രയായിട്ട് ആ അവസരത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നത് ആരാന്ന് ചോദിച്ചാൽ മഗ്ദലക്കാരത്തി മറിയമായിരുന്നു. ആത്മാവിൽ ഏറ്റവും ദരിദ്രത്തോടെ, ഏറ്റവും അവെയർ ഓഫ് ഹെർ ഓൺ നീഡ്, അവളുടെ ആവശ്യത്തെക്കുറിച്ച് ഏറ്റവും അവബോധം ഉണ്ടായിരുന്ന അവൾക്കായിരുന്നു. ഇപ്പൊ നമ്മള് സുജ പറയുന്നതുപോലെ അമസ്യാവിന്റെയും ഉസിയായുടെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ അവരൊക്കെ ആദ്യമൊക്കെ വലിയ നുറുക്കത്തോടൊക്കെ തുടങ്ങി, എന്നാൽ പിന്നീട് അങ്ങ് നിഗളിച്ചു. അപ്പം ദൈവത്തിന് അവരോട് എതിർത്ത് നിൽക്കേണ്ട വന്നു. അമസ്യാവ് തന്റെ പിതാവ്, അമസ്യാവിന്റെ മകനാണ് ഉസിയാവ്. നമ്മള് 2 ദിനവൃത്താന്തം 25-26 അധ്യായങ്ങളിലെ ആ കാര്യങ്ങളാണ് നമ്മൾ ചൊവ്വാഴ്ച ചിന്തിച്ചോടുള്ള ബന്ധത്തിൽ സിസ്റ്റർ ആ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഉസിയാവ് വളർന്നു വരുമ്പോ ഉസിയാവിന്റെ കൊച്ചുകാലത്ത് തന്നെ അമസ്യാവിന്റെ തന്റെ പിതാവിന്റെ നുറുക്കത്തിലുള്ള കാലവും വീഴ്ചയുടെ കാലവും എല്ലാം കണ്ട് അവന് ദൈവഭയത്തില് ആദ്യ വർഷങ്ങളൊക്കെ ജീവിച്ചു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവനും അതേ പിതാവിന്റെ അതേ പാറ്റേണിൽ അതേപോലെ അങ്ങ് വീണു പോകുന്ന ഒരു രംഗം നമ്മളുടെ ജീവിതത്തിൽ എത്രയോ വലിയ 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 വിശ്വാസികളും ഭക്തന്മാരും ഒക്കെ വീണു പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നമുക്കും ആ ഒരു ഡേഞ്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ ദൈവം മുമ്പാകെ നമ്മളെ തന്നെ എപ്പോഴും ഒരു പൂജ്യമായിട്ട് താഴ്ത്തി നമ്മളെ തന്നെ കീപ്പ് ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും പിന്നെ നമ്മളും അതുപോലുള്ള വീഴ്ചയിലേക്കൊക്കെ വീണു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം എന്നാൽ
നമ്മളിപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്താ, ഈ മഗ്ദലക്കാരത്തി മറിയത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ അവള് ഏറ്റവും നുറുക്കത്തോടെ, ഏറ്റവും കർത്താവിനെ എനിക്ക് വേണം, എന്റെ കർത്താവിനെ എനിക്ക് കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹം. ബാക്കിയുള്ള മറിയമാരും അതുപോലെ കൊച്ചു വെളുപ്പാങ്കാലത്ത് അവർ എഴുന്നേറ്റ് പോയി കർത്താവിന്റെ ആ ഒരു മൃതശരീരത്തില് സുഗന്ധവ്യഞ്ജനങ്ങള്, സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശാനായിട്ട് പോയ ആ സഹോദരിമാർക്ക് കർത്താവ് പ്രത്യക്ഷനാവുന്നത് നമ്മൾ മത്തായി 28 വായിച്ചു. കർത്താവിന്റെ കാൽക്കൽ അവരെ കാൽക്കൽ അവരെ കെട്ടിപ്പിടിച്ച് അവര് കർത്താവിനെ വർഷിപ്പ് ചെയ്തു. മത്തായി 28 ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. നമ്മൾ 2-3 ആഴ്ച മുമ്പൊക്കെ ആ വാക്യം വായിച്ചായിരുന്നു. മത്തായി 28 അധ്യായത്തിന്റെ അതിന്റെ 8-ാമത്തെ വാക്യത്തില് ഈ അവിടെ ദൂതന്മാരുടെ ശബ്ദം കേട്ട് ഈ മറിയത്തിന്റെ കൂടെ വന്ന സഹോദരിമാര് അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി, മത്തായി 28:8, മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിക്കുവാൻ ഓടിപ്പോയി. എന്നാൽ ആ ദൂതന്മാരുടെ വാക്ക് കേട്ട് അവര് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള കാര്യം അത് വിശ്വസിച്ച് അവര് ശിഷ്യന്മാരോട് അറിയിക്കാനായിട്ട് ഓടിപ്പോവുക. എന്നാൽ യേശു അവരെ എതിരേറ്റു. ആ ഒരു ദൗത്യത്തിലേക്ക് അവർക്ക് ദൂതന്മാരുടെ ശബ്ദം അവർ കേട്ട് അവര് മഗ്ദലക്കാരത്തി മറിയത്തെ പോലെ യേശുവിനെ തന്നെ കണ്ടില്ല. എന്ന ദൂതന്മാരുടെ ശബ്ദം കേട്ട് അവര് വിശ്വസിച്ച് അവര് ആ വചനപ്രകാരം അവര് ശിഷ്യന്മാരെ അറിയിക്കാൻ വേണ്ടി ഓടിപ്പോകുന്ന ആ സ്ഥലത്ത് അതിന്റെ 9-ാമത്തെ വാക്യം, മത്തായി 28:9, യേശു അവരെ എതിരേറ്റു, നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. ഡു നോട്ട് ബി അഫ്രെയ്ഡ്. അത് നമ്മള് ജീസസ് മെറ്റ് ദം ആൻഡ് ഗ്രീറ്റഡ് ദം. കർത്താവ് അവർക്ക് വന്ദനം ചെയ്തു. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. ദേ കെയിം അപ്പ് ആൻഡ് ടുക്ക് ഹോൾഡ് ഓഫ് ഹിസ് ഫീറ്റ്. കർത്താവിന്റെ കാൽക്കൽ അവരങ്ങ് പിടിച്ചു. ആ കാൽക്കൽ എന്തുണ്ടായിരുന്നു? അണിപ്പഴുതുണ്ടായിരുന്നു. ആ കൈയും കാലും വിലാവും ഒക്കെയാണ് പിന്നെ ശിഷ്യന്മാരെ കാണിച്ച് അവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച കാര്യമൊക്കെ നമ്മൾ ലൂക്കോസ് 24 നമ്മൾ കണ്ട. ആ കർത്താവിന്റെ കാൽ അവരങ്ങ് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് അവര് നമസ്കരിച്ചു എന്നുള്ള വാക്കിൽ ശരിക്കും ആരാധിച്ചു എന്ന ട്രാൻസ്ലേറ്റ്, പ്രോസ്കിനിയോ എന്നുള്ള ഒരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമസ്കരിച്ചു എന്നുള്ള അർത്ഥം എന്ന ആരാധനയ്ക്കായിട്ട് സത്യാരാധകർ, സത്യനമസ്കാരികൾ എന്നൊക്കെ യോഹന്നാൻ 4 സമരിയ സ്ത്രീയോട് പറയുന്ന ആ പ്രോസ്കിനിയോ എന്നുള്ള ആരാധനയെക്കുറിച്ച് പറയുന്ന അതേ പദം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന. ആരാധനയെക്കുറിച്ച് പറയുന്ന ദൈവവചനത്തിൽ പറയുന്ന പ്രോസ്കിനിയോ, ലാത്രിയോ എന്നുള്ള 2 പദത്തില് പ്രോസ്കിനിയോ എന്നുള്ള ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം കർത്താവിനെ അവർ ആരാധിച്ചു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നു. അവര് കർത്താവിന്റെ കാൽക്കൽ വീണ് കാല് പിടിച്ച് നമുക്കും ആ ഒരു കർത്താവിന്റെ കാൽപാദത്തെങ്കില് ബദനിയിലെ മറിയം ചെയ്തതുപോലെ കർത്താവിന്റെ പാദത്തെങ്കിലായിരുന്നു അവള് എപ്പോഴും കാണപ്പെട്ടത്. ലൂക്കോസ് 10-ാം അധ്യായത്തില് കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവള് കേട്ടു. യോഹന്നാൻ 11-ാം അധ്യായത്തില് പിന്നെന്താ, ലാസറസിന്റെ കല്ലറയ്ക്കൽ കർത്താവ് വരുന്ന സമയത്തും കർത്താവിന്റെ കാൽക്കല് അവള് വന്നിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവളുടെ സ്ഥാനം എപ്പോഴും പിന്നെ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ പിന്നീട് ലാസറസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷവും അതേ ബദനി മറിയം തന്നെ കർത്താവിന്റെ കാൽക്കല് ആ സുഗന്ധവ്യഞ്ജന ഭരണി പൊട്ടിച്ചൊഴിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ബദനി മറിയത്തെ കാണുന്ന ബദനി മറിയം എന്തി അവിടെ ഉറങ്ങുമല്ലേ? ഓക്കെ നമ്മള് പ്രാർത്ഥന ബേബി ബദനി മറിയം എന്ന് വിളിക്കാറില്ലേ? ബദനി മറിയത്തെ കാണുന്ന 3 സന്ദർഭങ്ങളിലും ചിലപ്പം ഈ പ്രാർത്ഥന ബേബി രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് എപ്പോഴും ഞങ്ങളുടെ കാൽക്കലാതിരിക്കും. വന്ന് രാവിലെ നോക്കുമ്പോൾ കാൽക്കലാണ് കിടക്കുന്നത്. അപ്പൊ ബദനി മറിയം തന്നെ കാൽക്കൽ തന്നെ കിടക്കുന്നത് എന്ന് ഞങ്ങൾ കളിയാക്കി പറയണ്ട. അപ്പൊ ഈ വചനത്തിലെ ബദനി മറിയം അങ്ങനെ തന്നെ എപ്പോഴും കർത്താവിന്റെ കാൽക്കലാണ്. അത് ഈ ലൂക്കോസ് 10-ാം അധ്യായമാണെങ്കിലും ഈ ലൂക്കോസ് 10-ാം അധ്യായത്തിൽ കാൽക്കൽ ഇരുന്ന് കേൾക്കുന്നു. യോഹന്നാൻ 11-ാം അധ്യായത്തില് ലാസറസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്തും കർത്താവിന്റെ കാൽക്കലായിരുന്നു. നമുക്ക് ആ യോഹന്നാൻ 11 വേണമെങ്കിൽ നോക്കണമെങ്കിൽ ഞാൻ ആ വാക്യം മാത്രം റെഫറൻസ് പറയാം. ലൂക്കോസ് 10:38 മുതൽ 42 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാ. യോഹന്നാൻ 10-ാം അധ്യായത്തില് യോഹന്നാൻ 11-ാം അധ്യായത്തില് അവള് എവിടെ അതിന് 32-ാമത്തെ വാക്യത്തില് പെലറ്റസ് ഫീറ്റ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 11:32 യേശു ഇരുന്നെടുത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. ഈ മറിയന്മാര് കാൽക്കൽ വീഴുന്ന പുതിയ കാര്യമല്ല. അവര് ഈ ഉയർത്തെഴുന്നേറ്റ ശേഷവും അവര് കാൽക്കല് മറിയമാരെന്ന് പറയുമ്പോൾ യേശുവിന്റെ അമ്മയായിട്ടുള്ള മറിയവും എന്തിനാ പറഞ്ഞേ യോസസിന്റെ അമ്മയുടെ കാര്യവും സലോമിയുടെ കാര്യവും ഒക്കെ നമ്മളവിടെ പുനരുദ്ധാനം കാണാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ആ മറിയമാരെയൊക്കെ മറിയമാരെയും സലോമിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇവിടെയും കാൽക്കൽ വീണിട്ട് എന്നുള്ള കാര്യം യോഹന്നാൻ 11:32 നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യത്തിലും ഇതേ മറിയം തന്നെ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാലിൽ തുവർത്തി. പിന്നെ ലൂക്കോസ് 10-ന്റെ
39 നമുക്ക് എല്ലാവർക്കും അറിയാം. കാൽക്കിലിരുന്ന് കർത്താവിന്റെ വചനം കേൾക്കുന്നവളായ ബെഥനിയിലെ മറിയം. അപ്പൊ ഈ പുനരുദ്ധാനം കണ്ട ആ മറിയമാരും ആ സഹോദരിമാരും എല്ലാം കർത്താവിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു കർത്താവിന്റെ പുനരുദ്ധാനം ചെയ്ത കർത്താവിന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കാൻ തക്കവണ്ണമുള്ള ആ ഒരു താഴ്മയും നുറുക്കമൊക്കെ അവർ അതുപോലെ ആവശ്യബോധത്തിൽ അതുപോലെ ഭക്തരായിട്ടുള്ള സഹോദരിമാരായിരുന്നു. ഇപ്പം ശുശ്രൂഷ വെച്ച് നോക്കുമ്പം ബാക്കിയുള്ള പത്രോസിനും യോഹന്നാനും ഒക്കെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ എന്ന ഈ സഹോദരിമാർക്ക് അതുപോലുള്ള വലിയ എവിഡന്റ് ആയിട്ടുള്ള വലിയ പുറമേ ഉള്ള വലിയ പ്ലാറ്റ്ഫോം മിനിസ്ട്രി ഒന്നും നമുക്ക് കാണുന്നില്ല. എന്നാൽ ആ സഹോദരിമാർ കർത്താവിനെ എത്രയധികം സ്നേഹിച്ചിരുന്നു, കർത്താവിനെ എത്രമാത്രം മിനിസ്റ്റർ ചെയ്തിരുന്നു. നമ്മൾ ലൂക്കോസ് 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ അനേകം സഹോദരിമാര് കർത്താവിനെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നു. എന്നുവെച്ചാല് ഇത്രയും പുരുഷന്മാർക്കൊക്കെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കൊടുക്കുന്ന ജോലിയും ബാക്കി ഒത്തിരി കാര്യങ്ങൾ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളും ഒക്കെ അതുപോലൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ലൂക്കോസ് 8-ന്റെ 2-3 വാക്യങ്ങൾ വായിക്കുവാണെങ്കിൽ സഹോദരിമാരുടെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ മഗ്ദലക്കാരത്തെ മറിയത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവനോടുകൂടി 12 പേരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും. അപ്പൊ കർത്താവിന്റെ സൗഖ്യം ലഭിച്ച സ്ത്രീകളാ, സൗഖ്യം വരിച്ച എല്ലാ സ്ത്രീകളും കർത്താവിനെ അനുഗമിച്ച് കാണത്തില്ല. എന്നാൽ ചില സ്ത്രീകൾ അവര് കർത്താവിനെ അനുഗമിച്ചു. 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരി മറിയവും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസിയുടെ ഭാര്യ. ഹെരോദാവിന്റെ കാര്യവിചാരകൻ എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം വലിയ ഹൈ പൊസിഷനിലുള്ള ആളാ. ആ അദ്ദേഹത്തിന്റെ വൈഫ് കൂസയുടെ ഭാര്യ യോഹന്നയും സൂസന്നയും സൂസന്ന ആ വാക്കിൽ നിന്നായിരിക്കും സൂസി എന്നുള്ള പേരൊക്കെ വരുന്നത് അല്ലേ, സൂസമ്മ, സൂസി. ഇപ്പൊ സൂസന്നയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും അവരെല്ലാം മെനി അതേഴ്സ് ഹു വേ കോൺട്രിബ്യൂട്ടിംഗ് ഓഫ് ദ സപ്പോർട്ട് ഔട്ട് ഓഫ് ദ പ്രൈവറ്റ് മീൻസ്, അവർക്കുള്ളതിൽ നിന്നെല്ലാം കർത്താവിന്റെ മിനിസ്ട്രിക്കായിട്ട് ശുശ്രൂഷയ്ക്ക് കൊടുത്ത പല സ്ത്രീകളൊക്കെ കർത്താവിനെ പിൻപറ്റുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഈവൻ ക്രൂശീകരണത്തിന്റെ സമയത്ത് മത്തായി 27-ലെ ആ വാക്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മത്തായി 27-ന്റെ അതിന്റെ 55-ാമത്തെ വാക്യത്തിലും ഗലീലയിൽ നിന്ന് കർത്താവിന് തെക്ക് യെരുശലേമിലാണ് ക്രൂശിക്കപ്പെടുന്നത്, വടക്കുള്ള ഗലീലയിൽ നിന്ന്. ഇപ്പം വടക്കുന്ന് കോലഞ്ചേരിയിൽ നിന്ന് ബെൽജി ഇവിടെ കായംകുളത്ത് വന്നെന്ന് പറഞ്ഞതുപോലെ, ഇവിടെ തെക്കോട്ട് വന്നെന്ന് പറഞ്ഞതുപോലെ, അവിടുന്ന് വടക്കിൽ നിന്ന് ഗലീലയിൽ നിന്ന് ഈ യെരുശലേമിലേക്ക് ആരൊക്കെയാ വന്നേ? 55-ാമത്തെ വാക്യം മത്തായി 27-ന്റെ 55. ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊടുക്കുന്നു. അവര് ഗലീലയിൽ നിന്ന് വന്നവരാ. കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ച് വന്ന പല സ്ത്രീകളും ഒക്കെ ഈ കർത്താവിനെ ക്രൂശിക്കുന്ന കാര്യമൊക്കെ അവര് ദുഃഖത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരി മറിയവും 56-ാമത്തെ വാക്യം യാക്കോബിന്റെ യോസയുടെ അമ്മയായ മറിയവും. ഈ യാക്കോബിന്റെ യോസയുടെ അമ്മയായ മറിയും ഒക്കെ പിന്നെ സെബദിപുത്രന്മാരുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. സെബദിപുത്രന്മാരുടെ അമ്മയുടെ പേരായിരിക്കണം സലോമി എന്നാണ് മർക്കോസിന് സുവിശേഷം ഇതേ വാക്യം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ആ മറിയമാരും ഒക്കെ അത് പിന്നെ 28-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ മറ്റേ മറിയം എന്ന് പറയുന്നത് ഈ പറയുന്ന യാക്കോബിന്റെ യോസയുടെ അമ്മയായ മറിയോ. അതാ മറിയമാര് ഞാൻ ഇടയ്ക്ക് പറയുന്നത്. മഗ്ദലക്കാരത്തി മറിയം, യാക്കോബിന്റെ യോസയുടെ അമ്മയായ മറിയം. പിന്നെ ലൂക്കോസ് 24-ൽ നമ്മൾ വരുമ്പോൾ അവിടെയും സൂസന്നയുടെ ലൂക്കോസ് 24-ലേക്ക് വരുവാണെങ്കിൽ പുനരുദ്ധാനം കണ്ട സ്ത്രീകളുടെ പേര് പറയുന്ന ലൂക്കോസ് 24-ന്റെ 10-ാമത്തെ വാക്യം. അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? മഗ്ദലക്കാരി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ, യാക്കോബിന്റെ യോസസിന്റെ അമ്മ മറിയ നമ്മൾ വായിച്ച് നിർത്തുന്നത്. യേശുവിന്റെ അമ്മയായിട്ടുള്ള മറിയ ഇല്ല കേട്ടോ. അവരോടുകൂടെ മറ്റു സ്ത്രീകളും അത് അപ്പോസ്തലനോട് പറയും. ബാക്കി സ്ത്രീകളും ഉണ്ട്, അവരുടെ എല്ലാവരുടെയും പേര് എഴുതിയിട്ടില്ല. എന്നാൽ മഗ്ദലക്കാരത്തി മറിയ ഉണ്ടായിരുന്നു, യോഹന്ന ഉണ്ടായിരുന്നു, പിന്നെ യാക്കോബിന്റെ യോസസിന്റെയും അമ്മയായ മറിയ ഉണ്ടായിരുന്നു. ബാക്കി വേറെയും സ്ത്രീകളും ഉണ്ടായിരുന്നതായിട്ടൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ അവര് കർത്താവ് എതിരേറ്റ കാര്യമാണ് നമ്മൾ മത്തായി 28-ൽ വായിച്ച്. അപ്പൊ അങ്ങനെ ആവശ്യബോധത്തിലുള്ള ഉണ്ടായിരുന്നവര് അവര് സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ ഒന്നും വ്യത്യാസമില്ല. കർത്താവ് ഹീസ് നോട്ട് എ റെസ്പെക്ടർ ഓഫ് പേഴ്സൺസ്. അവര് സമൂഹത്തിൽ എത്ര വിലയുണ്ടെന്നോ ഒന്നും നോക്കിയില്ല. കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നതും പിന്നെ പത്രോസ് അതുപോലെ നുറുങ്ങിയിരിക്കുമായിരുന്നു. പത്രോസ് 3 തവണ തള്ളിപ്പറഞ്ഞ് അതുപോലെ എന്നെ കർത്താവിനെ തള്ളിപ്പറഞ്ഞോ എന്നുള്ള നെടുവീർപ്പോടെ ഇരിക്കുമായിരുന്നു. എന്നാൽ പത്രോസിന് കർത്താവ് പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന അവിടെ ലൂക്കോസ് 24-ലും 34-ലും 1 Corinthians 15-5 അതിന്റെ റെഫറൻസ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ 5-ാമതായിട്ട് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് നമ്മളിപ്പം പല 2-3 ആഴ്ചകളായിട്ട് നമ്മൾ അത് തന്നെ ആ രംഗത്ത് തന്നെ ഇരിക്കുകയാണ്. ഇതുവരെ ഇനി മുമ്പോട്ട് നീങ്ങിയില്ല. യോഹന്ന 20-ലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ വൈകുന്നേര സമയത്ത് കർത്താവ് അടച്ചിട്ട വാതിലുകൾക്കുള്ളിലായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിച്ചു. ശരിക്കും
ഇന്ന് ഹൃദയവാതിൽക്കിൽ നിന്ന് കർത്താവ് മുട്ടുന്ന ഒരു രംഗമൊക്കെ നമ്മൾ വെളിപാട് 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ ഇവിടെ കർത്താവ് ഇവിടെ വാതിലിൽ നിന്ന് മുട്ടാതെ ഇവരുടെ ആ ഒരു ആവശ്യം കണ്ട് കർത്താവ് കർത്താവ് ആ വാതിലെല്ലാം കടന്ന് പുനരുദ്ധാന ശരീരത്തോടെ വാതിലുകളൊക്കെ കടന്നുള്ള ആ ഒരു ശരീരത്തിന്റെ ഒരു കാര്യം വായിക്കുന്നു. പുനരുദ്ധാന ശരീരത്തിന്റെ കർത്താവിൻ്റെത് പോലെയുള്ള പുനരുദ്ധാന ശരീരമായിരിക്കും നമുക്കും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു സൂചന എവിടെ നമ്മൾ ബൈബിളിൽ കാണുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ആ ഒരു റോമർക്ക് എഴുതിയ ലേഖനം നമ്മളിപ്പോ ഇതുവരെ കണ്ടതെന്ന് പറഞ്ഞാൽ എന്താ, കർത്താവ് ആവശ്യക്കാരിലാണ്, ആത്മാവിലെ ദരിദ്രർക്കാണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ആർക്കൊക്കെ എങ്ങനെയൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു, ഒന്ന് റിവൈസ് ചെയ്തു. പിന്നെ റോമർ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പുനരുദ്ധാന ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്, അതിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ റോമർ 6-ന്റെ 4-ാമത്തെ വാക്യം, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്ഥാനത്തിന് അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അത് അവിടെ ജലസ്നാനത്തിന്റെ കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. ജലസ്നാനത്തിൽ കർത്താവ് കുഴിച്ചിടപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് പോലെ തന്നെ നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനായിട്ട് ഉയർത്തെഴുന്നേൽപ്പില് കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് പോലെയുള്ള ഒരു ആത്മാവിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മളുടെ വീണ്ടും ജനനത്തില് അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട്, അതിന്റെ ഒരു പ്രഖ്യാപനമായിട്ടാണ് നമ്മൾ സ്നാനം ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ ആ കർത്താവിന്റെ മരണത്തിലെ പങ്കാളികളും ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളികളും എന്നുള്ളൊരു കാര്യം, ആ ഒരു പ്രയോഗം നമ്മളവിടെ റോമർ 6-ന്റെ 4 കാണുന്നുണ്ട്. പിന്നെ കർത്താവിന്റെ പുനരുദ്ധാന ശരീരത്തെക്കുറിച്ച് നമ്മളുടെ പുനരുദ്ധാന ശരീരവും സിമിലർ ആയിരിക്കും എന്നുള്ള ഒരു കാര്യത്തിന്റെ ഒരു സൂചന നമ്മൾ 1 കൊരിന്ത്യർ 15 കാണുന്നത്. 1 കൊരിന്ത്യർ 15-ന്റെ 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ, അത് 42-ാമത്തെ വാക്യമൊക്കെ നമ്മൾ 41, 42 കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ പുനരുദ്ധാന ശരീരത്തിന്റെ തേജസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അത് കണ്ടായിരുന്നു. നമ്മുടെ പുനരുദ്ധാന ശരീരത്തെ കുറിച്ച് പറയുന്ന ആ ഒരു വചനഭാഗം 1 കൊരിന്ത്യർ 15-ന്റെ 41 മുതൽ 41, 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. ഞാനിത് 41-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മളത് വായിച്ചായിരുന്നു. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ, എന്നുവെച്ചാൽ പല നക്ഷത്രങ്ങൾക്ക് പല തേജസ്സാ. അതുപോലാണ് മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ എല്ലാവർക്കും ഒരേ തേജസ് അല്ല. കൂടുതൽ വിശ്വസ്തരായിരിക്കുന്നവർക്ക് കൂടുതൽ ഒരു തേജസ് ഉണ്ടായിരിക്കും, കുറവ് വിശ്വസ്തതയുള്ളവർക്ക് അതിനനുസരിച്ചൊരു തേജസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടല്ലോ എന്നുള്ള ഒരു മിനിമം അജണ്ടയിൽ നമ്മൾ തൃപ്തരായിരുന്നാൽ നിത്യതയിൽ നമുക്ക് കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിതത്തിന് കണക്ക് കൊടുക്കുമ്പോൾ അന്ന് നമ്മൾ ലജ്ജിച്ച് പോകാതിരിക്കേണ്ടതിനാണ് നമ്മൾ ഇന്ന് എത്രയധികം ഭയഭക്തിയോടെ നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിന്റെ ഹിതത്തിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയും മാനസാന്തരപ്പെടുകയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ സഭയിൽ നമ്മൾ ഊന്നി പറയുന്നത്. അന്ന് അയ്യോ എനിക്ക് തേജസ് കുറഞ്ഞു പോയല്ലോ, അതായത് മാർക്കൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് പഠിച്ചതാ, അവസാനം അവർക്ക് കൂടുതൽ മാർക്ക് കിട്ടി, ഇവന് അരമാർക്ക് കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞാൽ അന്ന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇന്ന് നമ്മൾ എത്രയധികം കർത്താവ് നമുക്ക് തന്ന വെളിച്ചത്തിനനുസരിച്ചുള്ള എത്രമാത്രം നമ്മൾ വിശ്വസ്തരായിരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും അന്നത്തെ തേജസ്സിന്റെ ആ ഒരു അളവ്. അത് നമ്മൾ വായിക്കുന്ന 42-ാമത്തെ വാക്യം, മരിച്ചവരുടെ പുനരുദ്ധാനം അവണ്ണം തന്നെ ദ്രവത്വത്തിൽ, അതായത് മോർട്ടാലിറ്റി, അതിന്റെ 42-ാമത്തെ വാക്യം, ഇറ്റ് ഇസ് സോൺ അല്ലെങ്കിൽ പെറിഷബിൾ ബോഡി, ഇറ്റ് ഇസ് സോൺ എ പെറിഷബിൾ ബോഡി. 42-ാമത്തെ വാക്യം, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, പെറിഷ് ചെയ്യുന്ന, ദ്രവിച്ചു പോകുന്ന ഒരു ശരീരം, ശവശരീരം, അത് അത് ശവപ്പെട്ടിക്കുള്ളിലാണെങ്കിലോ അഗ്നികിരയാവുമ്പോഴാണെങ്കിലോ എല്ലാം അത് അങ്ങ് ഡിസിൻറ്റഗ്രേറ്റഡ് ആയിട്ട് അതിന്റെ എലമെന്റ്സ് എല്ലാം അത് ദ്രവിച്ചു പോകുന്നു, പെറിഷ് ചെയ്യുന്നു, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു. അങ്ങനെ വിതയ്ക്കുന്ന വിത്ത് എങ്ങനെയാ നമ്മൾ കുഴിച്ചിടുക ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ മൃതശരീരത്തെ കുഴിച്ചിടുന്നു, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു. അത് നമ്മൾ 42-ാമത്തെ വാക്യത്തിൽ ഇപ്പം വായിച്ച് അദ്രവത്വത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. എന്നാൽ ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരം എങ്ങനെ ആയിരിക്കും? അത് ദ്രവിക്കാത്തൊരു ശരീരമായിരിക്കും. അപ്പൊ കർത്താവിന്റെ ശരീരം പോലെ ഒരു ശരീരമാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇറ്റ് ഇസ് സോൺ എ പെറിഷബിൾ ബോഡി, ഇറ്റ് ഇസ് റേസ്ഡ് ആൻ ഇംപെറിഷബിൾ ബോഡി. അപ്പൊ ആ പുനരുദ്ധാന ശരീരം, പിന്നീട് മരണത്തിന് അധീനമല്ലാത്ത ഒരു ശരീരം, അതാ നമ്മൾ 1 കൊരിന്ത്യർ 15-ന്റെ 42-ാമത്തെ വാക്യത്തിൽ വായിച്ചു. പിന്നെ 43-ാമത്തെ വാക്യത്തിൽ പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ഇറ്റ് ഇസ് സോൺ ഇൻ ഡിസോണർ. അവിടെ മൃതശരീരം അതിനൊരു അപമാനമുണ്ട്. അത് പ്രാകൃതമായിട്ടുള്ള ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു.
It is sown in dishonor, it is raised in glory. It is sown in weakness, it is raised in power. അത് അതിന്റെ തൊട്ട് മുമ്പേ നമ്മള് അതിന്റെ 43-ാമത്തെ വാക്യം ഞാൻ വിട്ടുപോയി, സോറി. 43-ാമത്തെ വാക്യത്തിൽ അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു. യുനോ അത്രയും വലിയ തടിയും തണ്ടുമായിട്ട് നടന്ന ഒരാള് ഇപ്പോ ആ ശരീരത്തിൽ ജീവനില്ല, അവിടെ ഒരു അപമാനമുണ്ട്. അത് അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു പറഞ്ഞാൽ കുഴിച്ചിടപ്പെടുന്നു. ഒരു വിത്ത് വിതയ്ക്കുന്നത് അത് മണ്ണിനടിയിലേക്ക് കുഴിച്ചിടപ്പെടുന്നത് പോലെ അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു. തേജസ്സിൽ എന്നാൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തേജസ്സിലാണ് ഉയർക്കുന്നത്. 43-ാമത്തെ വാക്യം. ബലഹീനതയിൽ ഒരു ബലമില്ല. ഇനിയിപ്പോ ഈ മൃതശരീരം മരിച്ചു കിടക്കുമ്പോൾ ആരെങ്കിലും വന്ന് ചീത്ത വിളിച്ചാൽ അയാൾ എഴുന്നേറ്റ് നിന്ന് ഞാൻ നിന്നോട് 2 വാക്ക് പറയാന്ന് പറയത്തില്ല. എന്ന് വെച്ചാൽ ബലഹീനമാണ്, ഇനി ബലമൊന്നുമില്ല. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. അതാ റേസ്ഡ് ഇൻ പവർ. ഇറ്റ് ഇസ് സോൺ ഇൻ വീക്ക്നെസ്, ഇറ്റ് ഇസ് റേസ്ഡ് ഇൻ പവർ. ഇറ്റ് ഇസ് സോൺ ഇൻ നാച്ചുറൽ ബോഡി. ഒരു പ്രാകൃത ശരീരം, നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ശരീരമായിട്ട് കുഴിച്ചിടപ്പെടുന്നത്, നമ്മളുടെ സാധാരണ ഒരു മർത്ത ശരീരമായിട്ട് കുഴിച്ചിടപ്പെടുന്നത്. എന്നാൽ ആത്മീക ശരീരം ഉയർക്കുന്നു. പുനരുദ്ധാന ശരീരം, ഇറ്റ് ഇസ് റേസ്ഡ് സ്പിരിച്വൽ ബോഡി. അതാ പുനരുദ്ധാന ശരീരം ഒരു ആത്മീക ശരീരമായിട്ട് ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. ഇഫ് ദർ ഇസ് എ നാച്ചുറൽ ബോഡി, ദർ ഇസ് ഓൾസോ എ സ്പിരിച്വൽ ബോഡി. പൗലോസ് അത് അസന്നിഗ്ധം സംശയലേശകന്യെ പറയുവാണ് നമുക്ക് ഒരു പുനരുദ്ധാന ശരീരം കിട്ടുന്നതിന്റെ ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് 45-ാമത്തെ വാക്യത്തിൽ 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ 1-ാം മനുഷ്യനായ ആദാം നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 1-2 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന ആദാമിനെ ദൈവം മണ്ണിലെ പൊടിയിൽ നിന്ന് അവനെ ഉരുവാക്കിയ കാര്യമൊക്കെ നമ്മൾ ഉൽപ്പത്തി 2:7 നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. അവന് ദൈവം ശ്വാസം കൊടുത്തപ്പോൾ ജീവനുള്ള ദേഹിയായി, ലിവിങ് സോൾ ആയിട്ട് തീർന്നു. എന്നാൽ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവ്. ഒടുക്കത്തെ ആദാം, അത് യേശു കർത്താവിനെ ഒടുക്കത്തെ ആദാം എന്ന് പറയുന്നത്. കർത്താവിനെ ഒടുക്കത്തെ ആദാമെന്നും പിന്നീട് 47-ാമത്തെ വാക്യത്തിൽ 2-ാം മനുഷ്യൻ എന്ന് പറയുന്നത്. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളത് 47-ാമത്തെ വാക്യം. അതിന് മുമ്പ് ഞാൻ അതുകൂടി വാക്കിയിട്ട് ഒടുക്കത്തെ ആത്മാവ് ജീവിപ്പിക്കുന്ന ആത്മാവായി നമുക്ക് ജീവൻ തരുന്ന ആത്മാവ്. ഹീസ് എ ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്. കർത്താവ് നമുക്ക് ജീവൻ തരുന്ന ഒരു ആത്മാവായിരിക്കുന്ന ഒരു കർത്താവ്. കർത്താവ് ഒരു മനുഷ്യനായിട്ട് വന്നു എന്നാൽ കർത്താവിനെ ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് ആയിട്ട് ഇവിടെ ഉപമിച്ചിരിക്കുകയാണ് പൗലോസ് പരിശുദ്ധാത്മാവിൽ. ഒടുക്കത്തെ ആത്മാവ് ജീവിപ്പിക്കുന്ന ആത്മാവായി. 46-ാമത്തെ വാക്യം. എന്നാൽ ആത്മീകമല്ല പ്രാകൃതം അത്ര ഒന്നാമത്തേത്. ആദ്യം പ്രാകൃതം, അതിനുശേഷം ആത്മീകം വരുന്നത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. 46-ാമത്തെ വാക്യം. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. അതാ നമ്മൾ ഉൽപ്പത്തി 2:7 മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നത്. 2-ാം മനുഷ്യനായിട്ടുള്ള കർത്താവ് 2-ാം മനുഷ്യൻ, ആ 1-ാം മനുഷ്യന്റെ എല്ലാ കുറവുകളെല്ലാം നികത്തിക്കൊണ്ട് 2-ാം മനുഷ്യനായിട്ട് യേശു കർത്താവ് യുഗപുരുഷനായിട്ട് വന്നു. ആദ്യത്തെ ആദാം ദൈവത്തിൽ നിന്ന് വന്ന് ആ ആദ്യത്തെ ആദാം എന്ന ദൈവപുത്രനായിട്ട് വന്ന ഒടുക്കത്തെ ആദാം. ആദാം കൊണ്ടുവന്ന ശാപം എല്ലാം നീക്കാനായിട്ട് ഒടുക്കത്തെ ആദാമായിട്ട് കർത്താവ് നിലകൊള്ളുന്നു എന്നുള്ളൊരു കാര്യം. അത് 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതിനുശേഷം കർത്താവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ വായിക്കുന്നത്. ഈ 49-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കും. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. അപ്പൊ ആ ഒരു പുനരുദ്ധാന ശരീരം നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു പുനരുദ്ധാന ശരീരം, ആ താഴ്ചയുള്ള ശരീരം, അതൊരു മഹത്വമുള്ള ശരീരമായി തീരും. നമ്മൾ ഫിലിപ്പിയർ 3:20 വാക്യത്തിലും ഇതേപോലൊരു വാക്യം കാണുന്നുണ്ട്. നമ്മളുടെ പുനരുദ്ധാനത്തെ കുറിച്ച് പറയുന്ന, നമ്മളുടെ താഴ്ചയുള്ള ശരീരം എന്നൊക്കെ പറയുന്ന ഒരു വാക്യമാണ് ഫിലിപ്പിയർ 3:20-21 വാക്യങ്ങൾ. 20-ാമത്തെ വാക്യത്തിൽ നമ്മളുടെ പൗരത്വം സ്വർഗത്തിൽ നിന്നാണെന്ന് പറയുന്നു. ഫിലിപ്പിയർ 3:21 അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിൽ, ഇപ്പൊ നമ്മുടെ താഴ്ചയുള്ള ശരീരം, എത്ര ആരോഗ്യമുള്ള ശരീരം എന്ന് പറഞ്ഞാലും അടിതെറ്റ ആനയും വീഴും എന്ന് പറയുന്നത് പോലെ നമുക്ക് ചെറിയൊരിത് മതി. നമുക്കെന്ന് ഒരു ചെറിയൊരു ഒന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു വൈറസ് മതി നമ്മളെ കിടപ്പിലാക്കാൻ. ഒരു ചെറിയ ബാക്ടീരിയ മതി, ഒരു കോവിഡ് മതി ലോകത്തെ ലോക്ക്ഡൌൺ ആക്കി തീർക്കാൻ. കോവിഡ് വൈറസ് എന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ട്. അപ്പൊ താഴ്ചയുള്ള ശരീരം, എത്ര ആരോഗ്യമുള്ള ശരീരം എന്ന് പറഞ്ഞാലും ഒരു ചെറിയ തലച്ചോറിലെ ചെറിയൊരു ന്യൂറോ കെമിക്കൽ ചേഞ്ച് മതി ആളെ അല്ലാതായി പോവാന്. നമ്മളുടെ നമ്മളെ അല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുവാന് തലച്ചോറിൽ ചെറിയൊരു രാസപദാർത്ഥങ്ങൾ, ചെറിയ ഹോർമോണൽ വ്യതിയാനങ്ങൾ മതി നമ്മളെ അല്ലാതെ. അപ്പൊ അത്ര താഴ്ചയുള്ള ബലഹീനമായിട്ടുള്ള ഒരു ശരീരമാണ് നമുക്കുള്ളത്. നമ്മുടെ താഴ്ചയുള്ള കർത്താവിന്റെ വലിയ എല്ലാത്തിനെയും കീഴ്പ്പെടുത്താൻ പറ്റുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്, ഫിലിപ്പിയർ 3:21 വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതാ ഇൻ കൺഫോമിറ്റി, ഹംബിൾ സ്റ്റേറ്റ് ഇൻ ടു ദ കൺഫോമിറ്റി വിത്ത് ദ ബോഡി ഓഫ് ഹിസ് ഗ്ലോറി. അപ്പോൾ അതുകൊണ്ട് പുനരുദ്ധാന ശരീരത്തിൽ നമുക്കും അടച്ചിട്ട മുറികളിലോട്ട് ചെല്ലാൻ തക്കവണ്ണമുള്ള അതുപോലെയൊക്കെയുള്ള ഒരു
സമയപരിമിതി ഇല്ലാതെ യാത്ര ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും. അന്ന് നമുക്ക് ഇതുപോലുള്ള കാറോ കാര്യങ്ങളൊന്നും വേണ്ട, ട്രെയിനോ ബസ്സോ ഒന്നും വേണ്ട, എത്ര സുഖമായിരിക്കും, പെട്രോൾ ഡീസലൊന്നും കാശ് ചെലവാക്കേണ്ട. സോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു പുനരുദ്ധാന ശരീരത്തോടു കൂടിയുള്ള സഹസ്രാബ്ദ വാഴ്ചയും പിന്നീടുള്ള പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഒക്കെയുള്ള ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കാണും. നമ്മൾ തിരിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ കണ്ട എന്താ, കർത്താവ് ആവശ്യക്കാരിലേക്ക് ആണ് കർത്താവ് എത്തുന്നതെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. പിന്നെന്താ, കർത്താവ് നമുക്ക് തരാൻ പോകുന്ന പുനരുദ്ധാന ശരീരം അതുപോലെയുള്ള അതീന്ദ്രിയമായിട്ടുള്ള ശക്തികളുള്ള, അതുപോലെ കർത്താവിന്റെ ആ ഒരു തേജസ്സുള്ള ശരീരത്തോട് നമ്മളെ അനുരൂപമാക്കും എന്നൊക്കെയുള്ള ഒരു കാര്യം, അത്ര വലിയൊരു പദവിയും ഭാഗ്യവുമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടു. പിന്നീട് മൂന്നാമതൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മള് കർത്താവ് നടുവിൽ വന്ന് നിന്നോണ്ട് കർത്താവ് എന്താ പറഞ്ഞേ, കർത്താവ് എന്തെങ്കിലുമൊക്കെ കുറെ ഉപദേശ രൂപങ്ങളൊക്കെ പറയുമായിരുന്നില്ല, മറിച്ച് കർത്താവ് തന്നെ തന്നെ കാണിച്ചു കൊടുക്കുമായിരുന്നു. അതാ നമ്മള് യോഹന്നാൻ 20:20 നമ്മൾ കാണുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും കാലും വിലാപ്പുറവും അവരെ കാണിച്ച് കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കർത്താവ് വേറെ ഒന്നുമല്ല കാണിച്ചു കൊടുത്തു, കർത്താവിനെ തന്നെ അങ്ങ് കാണിച്ചു കൊടുത്തു. അപ്പം യേശു കർത്താവ് എപ്പോഴും അങ്ങനെയാ. കർത്താവ് പരിശുദ്ധാത്മാവ് എപ്പോഴും യേശുവിനെ കാണിച്ചു തരുന്നു. നമ്മളുടെ ജീവിതത്തിലാവട്ടെ, നമ്മളുടെ കുടുംബത്തിലാവട്ടെ, നമ്മളുടെ സഭയിലാവട്ടെ, നമ്മളെ കാണുന്നവരും കേൾക്കുന്നവർക്കും ഒക്കെ കർത്താവ് എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നമ്മളിലൂടെ കർത്താവിനെ കാണിച്ചു കൊടുക്കണം. അപ്പൊ കർത്താവ് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവല്ലായിരുന്നു, മറിച്ച് കർത്താവിനെ തന്നെ അങ്ങ് കാണിക്കുമായിരുന്നു. ഹി ഷോഡ് ഹിംസെൽഫ്. അപ്പൊ ആ ഒരു യഥാർത്ഥത്തിലുള്ള പ്രവചനത്തിന്റെ ആത്മാവ് യേശുവിന്റെ സാക്ഷ്യമാണെന്നൊക്കെ നമ്മൾ വെളിപാട് 19-ന്റെ 10-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വെളിപാട് ബൈബിൾ സ്റ്റഡിയിലൊക്കെ നമ്മൾ ആ വാക്യമൊക്കെ കണ്ടായിരുന്നു. യഥാർത്ഥ പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവവചന ശുശ്രൂഷയുടെ യഥാർത്ഥത്തിലുള്ള ദൈവവചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താ, യേശുവിനെ കാണിച്ചു കൊടുക്കുക, യേശുവിന്റെ സാക്ഷ്യം. അപ്പോ അവിടെ കർത്താവിന്റെ ശുശ്രൂഷ നമ്മളതാ കാണുന്നത്. കർത്താവ് അവരുടെ നടുവിൽ വന്ന് നിന്നിട്ട് കർത്താവ് എന്തെങ്കിലുമൊക്കെ കുറെ കലാപല പറയുമല്ലായിരുന്നു, മറിച്ച് യേശുവിനെ കാണിച്ചു കൊടുത്തു. ഇന്ന് ഒത്തിരി വചന ശുശ്രൂഷകളും പ്രസംഗങ്ങളും ഒക്കെ യൂട്യൂബിലും ഒക്കെ ഒരുപാട് ഇടങ്ങളിലും ഒക്കെ ഒരുപാട് ഇങ്ങനെ വചന ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന, യേശുവിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന സന്ദേശങ്ങളും ശുശ്രൂഷകളും ഒക്കെ എത്രമാത്രം ഉണ്ട്. ഒരുപാട് എന്നാൽ ഒത്തിരി ഭൗതിക ജ്ഞാനം തരുന്നതോ അല്ലെങ്കിൽ ഒത്തിരി ഇമോഷണലായിട്ട് ആൾക്കാരെ സ്റ്റെയറപ്പ് ചെയ്യാൻ വേണ്ടി കൈയടിപ്പിച്ച് ആരാധിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻവേർട്ടഡ് കോമയിലുള്ള ആരാധനയാണ്, യഥാർത്ഥത്തിലുള്ള ആരാധനയല്ല. ഇൻവേർട്ടഡ് കോമയിൽ അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്ട്രീമിലാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യ കുളത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇമോഷൻസ്, നമ്മുടെ ദേഹിയില് ഇമോഷൻസ് ഉണ്ട്, അതായത് വികാരങ്ങളുണ്ട്, നമ്മളുടെ മനസ്സുണ്ട്, നമ്മുടെ ബുദ്ധിയുണ്ട്. അപ്പോ ഒരു ക്രിസ്ത്യ കുളത്തിൽ വലിയൊരു വിഭാഗം ഇമോഷൻസ് സ്റ്റെയറപ്പ് ചെയ്ത് ഒത്തിരി അവരുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ആ മീറ്റിങ്ങിൽ അവരുടെ എംഫസിസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പാട്ട് പാടി, ഒരുപാട് കീബോർഡും ട്രംപറ്റും കാഹളവും പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒത്തിരി ശബ്ദമൊക്കെ, കാഹളമാണ് ഏതാണ്ടൊക്കെ ട്രംപറ്റും ഡ്രംസും ഏതാണ്ടൊക്കെ ഊതി ഇങ്ങനെ എല്ലാവരെയും സ്പ്രിങ് മാതിരി തുള്ളിച്ചാടി അങ്ങനെ ഇമോഷൻസ് സ്റ്റെയറപ്പ് ചെയ്ത് ആത്മാവ് ഇറങ്ങി വന്നു, തീ ഇറങ്ങി വന്നു, അത് കണ്ടു, അത് ദർശനം കണ്ടു, 2 ദൂതന്മാരെ കണ്ടപ്പോൾ ഒരാൾ പറയും 10 ദൂതന്മാരെ കണ്ടു, ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് ചാടുന്നു, ഒരാൾ ഇവിടുന്ന് അപ്പുറത്തോട്ട് ചാടുന്നു, അങ്ങനെ ആപ്പാടെയുള്ളപ്പോൾ അതങ്ങ് ആരാധനയാണെന്ന് ചിന്തിച്ച് അങ്ങനെയുള്ള ഒരു ക്രിസ്തീയ കുളമുണ്ട്. ഇന്ന് പിന്നീട് നമ്മുടെ ദേഹിയിലുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് വികാരങ്ങളാണെങ്കിൽ മറ്റേത് ബുദ്ധിയുടെ തലത്തിൽ എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു ഭൗതികമായ ഒരു ഇന്റലക്ച്വൽ എക്സ്പോസിഷന്റെ രീതിയിലുള്ള തരത്തിലുള്ള ശുശ്രൂഷകളുണ്ട്. എന്നാൽ ഈ ദേഹിയിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഇച്ഛാശക്തി, അവിടെ നമ്മുടെ തീരുമാനം എടുക്കാനുള്ള കഴിവ്, അവിടെ ഒരു സറണ്ടർ വരുന്നത്. യഥാർത്ഥത്തിലുള്ള വചന ശുശ്രൂഷ നമ്മളുടെ വില്ലിനെ സറണ്ടർ ചെയ്യാൻ, നമ്മൾ സാഗ്ബേറിന് പലപ്പോഴും ഒക്കെ കേട്ടിട്ടുള്ള പോലെ യഥാർത്ഥത്തിലുള്ള വചനം നമ്മളുടെ ആ നമ്മുടെ സ്വന്തം ഇഷ്ടമുണ്ട്, ആ സ്വന്തം ഇഷ്ടത്തെ ദൈവത്തിന് മുമ്പാകെ സറണ്ടർ ചെയ്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഉള്ള പ്രവേശനത്തില് പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവില് യേശുവിനെ കാണുന്ന, അതാ യഥാർത്ഥത്തിലുള്ള വചന ശുശ്രൂഷ നമ്മൾ യേശുവിലേക്ക് നയിക്കുന്നു പറഞ്ഞാൽ നമ്മളെ ഒരു കർത്താവിലേക്കുള്ള ഒരു സമർപ്പണത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥത്തിലുള്ള വചനം. നമ്മൾ പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിനെ കാണാതെ നമ്മൾ അങ്ങ് പോകുന്ന ഒരു മീറ്റിംഗ് ആണെങ്കിൽ അതൊരു വേസ്റ്റായി പോയ മീറ്റിംഗ്. എന്നാൽ നമ്മൾ പല കാര്യങ്ങൾ കേൾക്കുമ്പോഴും അതെല്ലാം കർത്താവിനോട് നമ്മളെ ആകർഷിക്കുകയും നമ്മളുടെ ഒരു ആവശ്യബോധത്തിലേക്ക് നമ്മളെ നടത്തുകയും കർത്താവിലേക്ക് നമ്മളെ ഒരു മാനസാന്തരത്തോടെ നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ, കർത്താവെ ഞാൻ എനിക്കായിട്ട് ജീവിക്കേണ്ട, എനിക്ക് അങ്ങേക്കായിട്ട് ജീവിച്ചാൽ മതി എന്നും പറഞ്ഞ് നമ്മൾ ക്രൂസ് എടുക്കുന്നു. നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ, നമ്മളുടെ നിഗളത്തെ, നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ അവിടെ അടിയറവ് പറഞ്ഞ് കർത്താവിലേക്ക് നമ്മൾ സമർപ്പിക്കുകയും അങ്ങനെ
പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലേക്ക് വന്ന്, നമ്മുടെ ആത്മാവിലേക്ക് വന്ന് യേശുവിനെ നമുക്ക് കാണിച്ചു തരുന്നു, യേശുവിനെ നമ്മൾ കാണുന്നു. അതാ യഥാർത്ഥത്തിലുള്ള കർത്താവിന്റെ ശുശ്രൂഷ. അതാ നമ്മള് ശിഷ്യന്മാരെന്താ ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് കർത്താവ് വന്ന് കർത്താവിനെ തന്നെ കാണിച്ചു തന്നു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പം നമ്മളുടെ ജീവിതത്തിലും യഥാർത്ഥത്തിൽ നമ്മളുടെ വാക്കുകളുണ്ട്, നമ്മളുടെ ശുശ്രൂഷ കൊണ്ട്, അത് ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ അവിടെ എല്ലാം മറ്റുള്ളവർക്ക് യേശുവിനെ കാണുവാനുള്ള, മറ്റുള്ളവർക്ക് യേശുവിനെ കാണിക്കാനുള്ള ഒരു കാര്യമായിട്ട് നമ്മളുടെ വാക്കുകളും ശുശ്രൂഷയും മീറ്റിങ്ങുകളും എല്ലാം ആയിത്തീരണം എന്നുള്ളൊരു കാര്യം. നമ്മൾ ചിലപ്പോൾ 2 മിനിറ്റേ സാക്ഷ്യം പറയുന്നുള്ളായിരിക്കും, പക്ഷെ യേശുവിനെ കാണണം. എൻ്റെ വാക്കുകളിലൂടെ മറ്റുള്ളവർ യേശുവിലേക്ക് അടുക്കണം, യേശുവിന്റെ നാമം ഉയർത്തപ്പെടണം എന്നുള്ള ആ ഒരു പാഷൻ. നമ്മൾ ചിലപ്പോൾ 2 വരി പാട്ടായിരിക്കും പാടുന്നത്, നമ്മളല്ലെങ്കിൽ ഒരു 2 വരി പ്രാർത്ഥനയായിരിക്കും. എല്ലാത്തിലൂടെയും കർത്താവേ ഞാനങ്ങ് കുറഞ്ഞ് എന്നിലൂടെ പരിശുദ്ധാത്മാവ് യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അതാ ജീസസ് ഷോഡ് ഹിംസെൽഫ് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കണ്ടു. 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. പിന്നെ നമ്മള് 21-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മളവിടെ കാണുന്നത്? 21-ാമത്തെ വാക്യം, യേശു പിന്നെയും അവരോട്, യോഹന്നാൻ 20-ന്റെ വാക്യം, യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം. ആ സമാധാനത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 2 ആഴ്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ആ ഒരു വലിയൊരു അധികാരത്തോടെ കർത്താവ് ശിഷ്യന്മാരെ അയക്കുന്ന ഒരു കാര്യം. അതേപോലെ ഒരു വാക്യം കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പായിട്ടും പറഞ്ഞു. എവിടെ? യോഹന്നാൻ 17-ാം അധ്യായത്തിൽ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ അതിന്റെ 18-ാമത്തെ വാക്യം, യോഹന്നാൻ 17-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലും ഇതേ കാര്യം തന്നെ പ്രാർത്ഥനയായിട്ട് കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നു. അതാ നമ്മൾ യോഹന്നാൻ 17-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. അയച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് അതിനു മുമ്പ് തന്നെ ശിഷ്യന്മാരെ 70 പേരെ 2 അയക്കുന്ന കാര്യവും പല ദൗത്യങ്ങളൊക്കെ കൊടുത്ത് അവരെ അയക്കുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് പുനരുദ്ധാനത്തിന് ശേഷം കർത്താവ് വീണ്ടും അവരെ പിതാവിനെ അയച്ചതുപോലെ തന്നെ ഞാനും നിങ്ങളെ അയക്കുവാണെന്നുള്ളൊരു കാര്യം. ഈവൻ അപ്പോസ്തൽ എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ അയക്കപ്പെട്ടവൻ എന്നുള്ള വാക്കാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് കർത്താവ് നമ്മളെ എവിടെ, നമ്മളെ കരുനാഗപ്പള്ളിയിലോ രാമപുരത്തോ കോലഞ്ചേരിയിലോ കല്ലുമലയിലോ എവിടെയാണോ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, അവിടെ പിതാവ് യേശുവിനെ അയച്ചത്. പിതാവ് യേശുവിനെ ബത്ലഹേമിൽ ജനിക്കുമാറാക്കി, അവിടെ നസ്രയത്തിൽ കർത്താവ് വളരുമാറാക്കി, അവിടെ നസ്രയത്തിലേക്ക് പിതാവ് യേശുവിനെ അവിടെ 30 വയസ്സ് വരെ അവിടെ വളരാനായിട്ട് നസ്രയത്തിലേക്ക് കർത്താവിനെ അയച്ചതാ. ഇന്ന് പറയുന്നത് പോലെ കർത്താവ് എന്നെ ഇന്നടത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പൊ നമ്മളെ ഇപ്പൊ ദൈവം ചിലയിടത്തേക്ക് നമ്മളെ ഇപ്പൊ അവിടെ വെളുത്ത മണലിലേക്ക് കുറച്ച് നാളത്തേക്ക് അയച്ചിരിക്കുന്നു. അതാ നമ്മളിവിടെ വായിക്കുന്ന അതിന്റെ 21-ാമത്തെ വാക്യം, യോഹന്നാൻ 20-21 പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നമ്മള് ചിലപ്പം പല ജോലി സംബന്ധമായിട്ടോ പഠന സംബന്ധമായിട്ടോ നമ്മൾ പലയിടങ്ങളിലേക്ക് പോകുന്നു, പല യാത്രകളും കാര്യങ്ങളും ഒക്കെ. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ ഹിതത്തില് നമ്മളൊരു നല്ല മനസാക്ഷിയോടെ നമ്മൾ പോകുന്ന, കർത്താവിന്റെ ലീഡിങ്ങോടെ നമ്മൾ പോകുന്നെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോൾ ഗൾഫിലേക്ക് പോകുന്ന സഹോദരങ്ങളുണ്ട്, അല്ലെങ്കിൽ ജോലിക്കായിട്ട് വേറെ പലയിടങ്ങളിലേക്ക് പോകുന്ന സഹോദരങ്ങളുണ്ട്, അഴീക്കലോട്ട് പോകുന്ന സഹോദരിമാരുണ്ട്. അപ്പൊ അതുപോലെയൊക്കെയുള്ള വേറെ പലയിടങ്ങളിലോട്ട് ദൈവം നമ്മളെ അയക്കുമ്പോൾ അവിടെ കർത്താവിന്റെ സാക്ഷിയായിട്ട് കർത്താവിനെ അയച്ചിരിക്കുവാണെന്നുള്ളൊരു ധൈര്യം. ഇപ്പൊ നമ്മള് എന്താണ് പറയുന്നത്, ഇപ്പൊ ഒരിടത്ത് അഡ്മിഷൻ വാങ്ങിക്കാൻ വേണ്ടി വലിയ അഡ്മിഷൻ കിട്ടാൻ പാടുള്ള ഒരിടത്ത് മന്ത്രിയുടെ റെക്കമെൻഡേഷൻ ലെറ്ററുമായിട്ട് നമ്മൾ പോകുന്നെങ്കിൽ നമുക്ക് വലിയ ധൈര്യത്തോടെ പോകുന്നതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ലെറ്റർ ഉണ്ട്, മന്ത്രി എന്നെ അയച്ചേക്കും, അത് ഇന്നെ പിടിച്ചു ലെറ്റർ, അത്ര അധികാരത്തോടെ ചെന്ന് അങ്ങ് കാണിച്ചാൽ മതി. എന്നാ നമ്മൾ ഇത് മന്ത്രി ഒന്നുമല്ല അയച്ചേക്കുന്നത്, അതിലും മേലെയുള്ള ആളാ അയച്ചേക്കുന്നത്. പിതാവ് എന്നെ അയച്ചിരിക്കുന്നത്, സകലത്തെ സൃഷ്ടിച്ച ആ ഒരു ബോധ്യം നമ്മളെ ചിലപ്പോൾ നമ്മളെ ചിലപ്പം ചന്തയിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ മീൻ വാങ്ങിക്കാനുള്ള കടയിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ഇറച്ചി വാങ്ങിക്കുന്ന ഷോപ്പിലോട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ബജ്ജിക്കടയിലോട്ടായിരിക്കും. എവിടെയാണെങ്കിലും നമ്മൾ നല്ല മനസാക്ഷിയോടെ കർത്താവിന്റെ കൂടെ നടക്കുന്നവരാണെങ്കിൽ എവിടെയാണെങ്കിലും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. അവിടെ എല്ലാം കർത്താവിന്റെ ജീവൻ പകരാൻ വേണ്ടി, കർത്താവിന്റെ സൗരഭ്യവാസനയായിട്ട് ഒത്തിരി സ്ട്രോങ് സ്മെല്ലും പെർഫ്യൂം ഒക്കെ അടിച്ചുകൊണ്ട് നടക്കുമ്പോൾ പോകുന്നിടത്തൊക്കെ ഒരു പെർഫ്യൂം അടിച്ച ആളെന്തോ ഇതിലെ കൂടെ കടന്നുപോയി എന്ന് പറയുന്നെന്ന് പറഞ്ഞതുപോലെ, പെർഫ്യൂം അടിക്കുന്നത് ദോഷമൊന്നുമില്ല, പെർഫ്യൂം അടിക്കുന്നത് നല്ലതാണ്, മറ്റുള്ളവർക്ക് നമ്മുടെ ഇങ്ങനെ വേർപ്പുകാരനെ കിട്ടാതിരിക്കാൻ വേണ്ടി നല്ല കാര്യം, അതിൽ അനാത്മീയതയൊന്നുമില്ല. നമ്മളെല്ലാം എന്നാ ഞാൻ പറയാം, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞപ്പോൾ ആ ഒരു പെർഫ്യൂമിന്റെ സ്മെല്ല് കിട്ടുന്നത് പോലെ ദൈവം ഇങ്ങനെ ചിലപ്പോൾ യാത്ര ചെയ്യുന്നു, കടയിൽ, നമ്മൾ പെട്രോൾ പമ്പിൽ, നമ്മൾ പലയിടങ്ങളിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ കർത്താവിനാൽ അയക്കപ്പെട്ടവരായിട്ട് നമ്മൾ അവിടങ്ങളിൽ പോവുകയാണെങ്കിൽ അത് എത്ര വലിയൊരു വ്യത്യാസമായിരിക്കും.
ഇതേ കർത്താവിന് ഇതേപോലുള്ള ഒരു കറസ്പോണ്ടിങ് രംഗമാണ് നമ്മുടെ മത്തായി 28 മത്തായി 28 അവിടെ ഗലീലയിലുള്ള ഒരു പർവ്വതത്തില്, ഗലീലയിൽ വെച്ച ഒരു മലയിൽ വെച്ച് കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമാണ്. ഇന്ന് മത്തായി 28 അവസാനം, ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻ, ഞാൻ നിങ്ങളെ അയക്കുക, നിങ്ങൾ എല്ലാ രാജ്യങ്ങളിലേക്കും പോയി എല്ലാ സ്ഥലങ്ങളിലേക്കും പോയി നിങ്ങളെ സുവിശേഷം പ്രസംഗിച്ച് എല്ലാവരെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ എന്ന് പറയുന്ന ആ ഒരു രംഗം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന ഇത് നമ്മൾ ഈ ഒരു രംഗത്ത് വായിക്കുന്നതെന്ന് പിന്നീട് കർത്താവ് പുനരുദ്ധാനം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് വേറെ ഏതോ ഒരു സമയത്ത്, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന ഒലിവുമലയിൽ നിന്നാണ്, യെരുശലേമിന് കിഴക്കായിട്ടുള്ള ഒലിവുമലയിൽ നിന്നാണെങ്കിൽ വേറൊരു സമയത്ത് അതിന് ഇടയ്ക്കായിട്ടുള്ള 40ഓളം ദിവസങ്ങൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ ഏതോ ഒരു സമയത്താണ് ഗലീലയിൽ വെച്ചുള്ള ഒരു മലയിൽ വെച്ച കർത്താവ് ആ ഗ്രേറ്റ് കമ്മീഷന്റെ ഒരു പാർട്ട് കൊടുക്കുന്നത് നമ്മൾ വായിക്കുന്ന ആ മഹാനിയോഗം എന്ന് പറഞ്ഞാൽ എന്താ, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പൊ ദൈവം നമ്മളെ പലയിടങ്ങളിലേക്ക് അയക്കുമ്പം കർത്താവിന്റെ സുവിശേഷം പറയാനായിട്ട്, മറ്റുള്ളവരെ ശിഷ്യരാക്കി കൊള്ളുവാനായിട്ട്, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം എവിടെയെങ്കിലും ഒരു ട്രാക്ട് കൊടുക്കാനോ കർത്താവിനെ കുറിച്ച് പറയാനോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അതിനായിട്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് നമ്മൾ പോകുമ്പോൾ കർത്താവിനെ അറിഞ്ഞുകൂടാത്ത ഒരു ലോകത്തിലേക്ക്, ഒരു കൊച്ചു ലോകത്തിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ സഗ്ബിർന്നൊക്കെ കേട്ടിട്ടുള്ളത് പോലെ ഗോയിങ് ഇൻ എ സ്മോൾ വേൾഡ് വേർ ദർ ആർ മെനി കോണ്ടാക്ട്സ് എന്ന് വെച്ചാൽ യേശുവിനെ പിതാവ് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് പറയുന്നത് പോലെ നമ്മളെയും ദൈവം ഒരു കൊച്ചു ലോകത്തിലേക്ക് അയച്ചേക്കും. അവിടെ നമുക്ക് മാത്രം അറിയാവുന്ന ചില കോണ്ടാക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാക്കി എല്ലാവർക്കും അറിയാത്ത പല കോണ്ടാക്റ്റുകളും. ഇപ്പൊ ഈ റൂമിൽ തന്നെ ഇത്രയും പേര് ഇരിക്കുന്നതിൽ അർപ്പിതയോട് ചോദിച്ചാൽ അർപ്പിതയ്ക്ക് അറിയാവുന്ന ക്ലാസ്സിലെ ചില കോണ്ടാക്ട്സ് ഒന്നും എനിക്കറിയത്തില്ല, എനിക്കറിയാവുന്ന പല കോണ്ടാക്ട്സ് ഒന്നും വേറെ സഹോദരൻ അറിയത്തില്ല, അരുണിന് അറിയാവുന്ന കോണ്ടാക്ട്സ് ഒന്നും എനിക്കറിയത്തില്ല, ബെൽജിക്ക് അറിയാവുന്ന കോണ്ടാക്ട്സ്. അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായ ചില കോണ്ടാക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കർത്താവിന്റെ സാക്ഷിയായിട്ട്, മറ്റുള്ളവർക്ക് കർത്താവിന്റെ ഒരു മാതൃകയായിട്ട്, അവിടെ കർത്താവിന്റെ പത്രങ്ങളായിട്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതുപോലെ കർത്താവിന്റെ ജീസസ് ലെറ്റേഴ്സ്, ലെറ്റർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പത്രങ്ങളായിട്ടെന്ന് 2 കൊരിന്ത്യർ 3:2-3 വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ നമ്മൾ കണ്ടതുപോലെ അങ്ങനെ കർത്താവ് നമ്മളെ അയക്കുകയാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ അത് അത് എത്ര വലിയൊരു സമാധാനമാണ്, എത്ര വലിയൊരു അധികാരമാണ്, മാന്യതയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മളോട് വായിക്കുന്നത്. അപ്പൊ അങ്ങനെ അയക്കുമ്പോൾ നമുക്ക് കൊച്ചുങ്ങളോട് നമ്മൾ പറയുക, അടുത്തുള്ള കടയിൽ ചെന്ന് 100 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞയക്കുമോ? 100 രൂപയും കൂടെ കൊടുത്തയക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കേട്ട പോലെ കേൾക്കാത്ത പോലെ ചിലപ്പോൾ ഓടിപ്പോകും. അവിടെ ചെന്നിട്ട് പൈസ എടുത്തിട്ടില്ല, എന്നിട്ട് പിന്നെ അതേപോലെ ഓടി വന്നിട്ട് പൈസ താ മമ്മി, പൈസ താ പപ്പ എന്ന് പറഞ്ഞിട്ട് പിന്നെ പൈസ കൂടെ എടുത്തോണ്ട് ഓടിപ്പോകുന്നെന്ന് പറഞ്ഞതുപോലെ അയക്കുമ്പോൾ അതിന്റെ ശക്തിയും കൂടെ കൊടുത്തിട്ടാ അയക്കുന്നത്. അതാ നമ്മള് തൊട്ട് താഴെ വായിക്കുന്നത് 22-ാമത്തെ വാക്യത്തില് എന്താ വായിക്കുന്നത്? ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേല് ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ, അത് നമ്മള് യോഹന്നാൻ 20-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ, റിസീവ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതുന്നതായിട്ടുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. കർത്താവ് അവരുടെ മേല് ഊതി, ആ ഊതി എന്നുള്ള വാക്ക് ബ്രീത്ത്, ഇംഫുസാവോ എന്നുള്ളൊരു വാക്കാണ് നമ്മളിവിടെ വായിക്കുന്നത്. ആ ഇംഫുസാവോ എന്നുള്ള ആ വാക്ക് തന്നെയാണ് ബൈബിളിന്റെ പഴയ നിയമം എഴുതപ്പെട്ടത് ഏത് ഭാഷയില? എബ്രായ ഭാഷയിൽ. എബ്രായ ഭാഷയിലുള്ള ബൈബിള് ആദ്യമായിട്ട് അത് ഗ്രീക്കിലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് സെപ്റ്റുവാജിന്റ് എന്ന് പറഞ്ഞൊരു ബൈബിളുണ്ട്. അത് കർത്താവ് വരുന്നതിന് 200ഓളം വർഷങ്ങൾക്ക് മുമ്പേ, 200ഓളം വർഷങ്ങൾക്ക് 3rd century BC ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഒരുപക്ഷെ കർത്താവിന്റെ സമയത്ത് കർത്താവും ആ സെപ്റ്റുവാജിന്റ് ബൈബിളൊക്കെ യൂസ് ചെയ്തിരുന്നിരിക്കുന്നതാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്. ആ സെപ്റ്റുവാജിന്റ് ബൈബിളില് ഉൽപ്പത്തി 2:7 നമ്മളിപ്പോഴും പറയുന്നുണ്ടായിരുന്നല്ലോ. ഉൽപ്പത്തി 2:7 ആദാമിനെ മണ്ണിൽ നിന്നുണ്ടാക്കി ദൈവം ഊതി എന്ന് പറയുന്ന ആ വാക്ക്, ഞാൻ ആ വാക്യം പെട്ടെന്ന് എടുത്ത് ഞാൻ വായിച്ചോട്ടെ. ഉൽപ്പത്തി പുസ്തകം ജെനസിസ് 2:7, ഉൽപ്പത്തി 2:7 വാക്യത്തില് യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ആ ഊതി എന്നുള്ള വാക്ക് ഇതേ എംഫസാവോ എന്നുള്ള അതേ ഗ്രീക്ക് പദമാണ് എബ്രായ ബൈബിളിന്റെ ആദ്യ ഗ്രീക്ക് പരിഭാഷയായിട്ടുള്ള സെപ്റ്റുവാജിന്റില് ഈവൻ കർത്താവും ശിഷ്യന്മാരും ഒക്കെ നമ്മള് ലേഖനങ്ങളിലൊക്കെ ഈ സെപ്റ്റുവാജിന്റ് ബൈബിളിൽ നിന്നുള്ള കൊട്ടേഷനും അവര് യൂസ് ചെയ്തിരുന്നിരിക്കാം എന്നുള്ളൊരു രീതിയിലൊക്കെ ചരിത്രകാരന്മാര്, ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ നമ്മൾ പഴയ നിയമത്തിന്റെ എക്സാക്ട് അതേ കൊട്ടേഷൻ അല്ല പുതിയ നിയമത്തിൽ കാണുന്നത്. അപ്പൊ ഈ സെപ്റ്റുവാജിന്റ് ബൈബിളിൽ ആദ്യത്തെ ഇതിൽ അതേ ആ ഒരു വാക്ക്, ആ എംഫസിമ എന്നൊക്കെ
മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ളവർക്ക് എംഫിസമ ഒക്കെ അറിയാം. എംഫുസാവോ എന്ന് പറഞ്ഞാൽ, എംഫിസമ എന്ന് പറഞ്ഞാൽ ലങ്സിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയൊക്കെ എംഫിസമ എന്ന് പറയുന്നത്. എംഫുസാവോ എന്നുള്ള വാക്ക് അത് ഈ ഗ്രീക്ക് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണല്ലോ മെഡിക്കൽ ടേംസ് ഒക്കെ വരുന്നത്. അപ്പൊ ആ എംഫുസാവോ എന്നുള്ള പദം ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമ്മളിവിടെ കാണുന്നത്. നമ്മള് എംഫുസാവോ എന്ന് പറഞ്ഞ ആ പദം നമ്മളിപ്പം വായിച്ചായിരുന്നു. എവിടെ? 1 Corinthians 15:45 യേശു ഒരു കർത്താവ് ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു അവിടെ ആ പദം വരുന്നില്ല. പക്ഷെ ആ ഒരു ലൈഫ് ഗിവിങ് സ്പിരിറ്റ് ആയിട്ട് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മളെ ഓർപ്പിക്കുന്ന കർത്താവ് ഈ ശിഷ്യന്മാരുടെ മേൽ ഊതുന്ന ഒരു രംഗമാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവിന്റെ ശരീരത്തിൽ നിന്ന്, കർത്താവിന്റെ വസ്ത്രത്തിൽ നിന്ന് തന്നെ ശക്തി പുറപ്പെട്ടു പോയിട്ടുള്ളതായിട്ടൊക്കെ നമ്മൾ ആ രക്തസ്രാവക്കാരി സ്ത്രീയുടെ ആ ഒരു രംഗത്ത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് തുപ്പല് കുഴച്ച് കണ്ണിന്മേലൊക്കെ വെക്കുമ്പോൾ കർത്താവിന്റെ തുപ്പലിൽ നിന്നൊക്കെ ശക്തി പോയതായിട്ട് കാണുന്നുണ്ട്. പിന്നെ വിരല് ചെവിയിലിട്ട് തുപ്പി ചെവി തുറന്നതായിട്ടൊക്കെ നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ അവിടെയും തുപ്പലിലൂടെയൊക്കെ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കർത്താവിന്റെ ശ്വാസത്തിൽ നിന്ന്, കർത്താവിന്റെ ഊതലിൽ നിന്ന് ആ ഒരു ശക്തി പുറപ്പെട്ടതായിട്ട്. പിന്നീട് നമ്മൾ പത്രോസിന്റെ ഒക്കെ എക്സാമ്പിൾ കാണുന്നുണ്ട്. പത്രോസിന്റെ ഹാൻഡ്കർച്ചീഫിൽ നിന്നൊക്കെ ശക്തി അത് സൗഖ്യം പ്രാപിച്ചതായിട്ടൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കർത്താവിൽ നിന്ന് എത്രമാത്രം ആ ഒരു ജീവജലത്തിന്റെ നദികള് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും. കർത്താവ് മനുഷ്യനായിട്ട് ഭൂമിയിലായിരുന്നപ്പോഴും പിന്നെ പുനരുദ്ധാനം ചെയ്തതിനു ശേഷമൊക്കെ ആ ഒരു കർത്താവിന്റെ വാക്കുകളിലൂടെ, കർത്താവ് അവരുടെ ഊതുന്നതിലൂടെയൊക്കെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്ന ഒരു കാര്യം. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ വന്ന ആ ഒരു ശക്തിയോടുള്ള ഒരു അഭിഷേകം ആയിരുന്നില്ല അത്. എന്നാൽ അപ്പോഴത്തേക്ക് കുറച്ച് നാളത്തേക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ബഹിരാകാശത്ത് നിന്നപ്പോഴത്തേക്കും കുറച്ച് ഫ്രോസൺ ഫുഡൊക്കെ തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് വേണമായിരുന്നു അവർക്ക്. എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് പെന്തക്കോസ്ത് നാളാവുന്നിടം വരെ അവർക്ക്, അതിനുശേഷം കുറച്ച് ഈ ഊതലൊക്കെ കഴിഞ്ഞതിന് ശേഷവും കുറച്ചുകൊണ്ട് നാൾ കഴിയുമ്പോൾ പിന്നെയും 8 ദിവസം കഴിയുമ്പോഴും പിന്നെ അവർ വാതിലൊക്കെ അടച്ചിട്ടിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. പെന്തക്കോസ്ത് നാളിന് ശേഷം അവർ വാതിലടച്ചിട്ട് പേടിച്ചിരിക്കുന്നതെന്ന് നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ അപ്പൊ അപ്പോഴത്തേക്ക് അവർക്കൊരു ശക്തിയായിട്ട് ബലമായിട്ടായി തീർന്നു എന്നുള്ളൊരു കാര്യം. അവരുടെ ആ ഒരു അപ്പോഴത്തെ ഒരു നില അനുസരിച്ച് കർത്താവ് അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അന്ന് പരിശുദ്ധാത്മാവ് അവരുടെ മേല് വന്നു. ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വന്ന് അവരെ വീണ്ടും ജന്മം പ്രാപിക്കുന്ന ഈ ഒരു രംഗത്തിലായിരിക്കാമോ എന്നുള്ളൊരു നമുക്ക് തിയോളജിക്കലായിട്ട് ഏറ്റവും ദൈവശാസ്ത്രപരമായിട്ട് അത്രയും കറക്റ്റായിട്ട് നമുക്കത് പറയാനില്ല. എങ്കിലും ഒരുപക്ഷെ അവരുടെ വീണ്ടും ജന്മ അനുഭവം ഈ ഭാഗത്ത് നടന്നിരിക്കാം എന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്തയും പല ബൈബിൾ ചിന്തകരും അങ്ങനെ വെക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മ യഥാർത്ഥത്തിൽ ശക്തിയോടെ അവരുടെ ഉള്ളിലേക്ക് വന്നത് പെന്തക്കോസ്ത് നാളിലാണ്. കർത്താവ് പരിശുദ്ധാത്മ അവരുടെ ആത്മാവിലേക്ക് ആ സമയത്ത് വന്നിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്റെ കാരണം എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതന് രക്തവും കൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്ത് ചെന്നതിന് ശേഷമാണ് പിതാവ് ആത്മാവിനെ അയക്കുന്നത്. അപ്പൊ മഹാപുരോഹിതനായിട്ടുള്ള യേശു കർത്താവ് തന്റെ രക്തവുമായിട്ട് കർത്താവ് അതിപരിശുദ്ധ സ്ഥലമായിട്ടുള്ള സ്വർഗസിംഹാസനത്തിലേക്ക് ചെന്ന് അത് സ്വർഗാരോഹണത്തില. അതിനുശേഷവും പിന്നെ 10 ദിവസത്തിന് ശേഷമാണ് പരിശുദ്ധാത്മാവ്. അപ്പോഴാണ് ആത്മാവിന്റെ തലത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കുന്ന. കർത്താവ് തേജസ്കരിക്കപ്പെട്ടില്ലാത്തതുകൊണ്ട് ഇവണ്ണം പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടില്ലായിരുന്നു എന്നാണ് നമ്മൾ യോഹന്നാൻ 7:39 വായിക്കുന്നത്. കർത്താവ് തേജസ്കരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ പുനരുദ്ധാനവും കഴിഞ്ഞ് സ്വർഗത്തിലേക്കുള്ള ആരോഹണത്തിലാണ് ആ തേജസ്കരണത്തിന്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ചെറിയൊരു അളവിലുള്ള ഒരു അഭിഷേകം അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ വായിക്കുന്നത്. അത് പിന്നെ എപ്പോഴാണ് അത് അങ്ങനെ പരിശുദ്ധാത്മാവിനെ അവർക്ക് അയക്കാൻ കൊണ്ടുവന്നത്? അവരെല്ലാം കൂടെ പലയിടങ്ങളിലായിരുന്ന സമയത്ത് കർത്താവ് എല്ലായിടത്തും ചെന്ന് ഊതിയോ? ഇല്ല, അവരെ എല്ലാവരും ഒരുമിച്ചായിരുന്നു. നമ്മള് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുമ്പോഴും അവരെല്ലാവരും എങ്ങനെ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതെടുത്ത് വായിച്ചു. അവര് ശിഷ്യന്മാരെല്ലാം ശരിയാണ്, പല വാദങ്ങളും തർക്കങ്ങളും ഒക്കെ അവർക്ക് അന്ത്യത്താഴത്തിന് സമയത്തും ആരാ വലിയവെന്നുള്ള വാദവും തർക്കവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് പുനരുദ്ധാനം ചെയ്ത ശേഷം അവരെല്ലാവരും ഒരു സ്ഥലത്തായിരുന്നു എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 1-ാമത്തെ വാക്യത്തിലും പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. നമ്മുടെ ആമോസിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ആമോസ് 3-ന്റെ 3-ാമത്തെ വാക്യത്തിലാ ഇങ്ങനൊരു വാക്യം, ഒത്തിട്ടല്ലാതെ രണ്ടുപേർ ഒത്തിട്ടല്ലാതെ. അതെ, നമ്മൾ ആമോസിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ യോവേല് കഴിഞ്ഞ് ആമോസിന്റെ പുസ്തകം 3-ന്റെ 3-ല് രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഒരാൾ പടിഞ്ഞാറോട്ട് പോകുന്നു, ഒരാൾ കിഴക്കോട്ട് പോകുന്നു, എങ്ങനെ ഒരുമിച്ച് നടക്കാൻ പറ്റുന്നേ? അപ്പൊ അവര് ശരിയാണ്, അവർക്ക് വലിയ ന്യൂനതകളും കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ
അവർക്ക് ഒരു ദേ എഗ്രി ടുഗദർ. ഡു ടു മെൻ വാക്ക് ടുഗദർ അൺലെസ് ദേ ഹാവ് മെയ്ഡ് എൻ അപ്പോയിന്റ്മെന്റ്, അൺലെസ് ദേ എഗ്രി. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ അവർക്ക് ആ ഒരു തലത്തിൽ ഒരു ചെറിയ ഒരു നുറുക്കത്തിലുള്ള ഒരു ഒരുമ അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവിന് അവരുടെ മേല് പരിശുദ്ധാത്മാവിനെ ഊതാൻ സാധിച്ചു. പിന്നീട് പെന്തക്കോസ്ത് വീണ്ടും അവര് പല നാളുകൾ വീണ്ടും നുറുക്കപ്പെട്ട് അവർ ആവശ്യബോധത്തിലേക്ക് വരേണ്ടിയിരുന്നു. അങ്ങനെ പെന്തക്കോസ്ത് നാളിൽ അതുപോലൊരു നുറുക്കത്തിലേക്ക്, ആവശ്യബോധത്തിലേക്ക് വന്ന സമയത്താണ് പരിശുദ്ധാത്മാവിനെ അതുപോലെ ശക്തിയോടെ അവരുടെ മേല് പകരാനായിട്ട് കർത്താവിന് സാധിച്ചത്. പിന്നീട് 23-ാമത്തെ വാക്യം കൂടെ വായിച്ച് ഞാനങ്ങ് നിർത്തട്ടെ. അത് കഴിഞ്ഞിട്ട് അവർക്ക് അപ്പോസ്തലന്മാർക്കായിട്ട് പ്രത്യേകമായിട്ട് കൊടുക്കുന്ന ഒരു അധികാരമാണ് നമ്മളവിടെ വായിക്കുന്നത്. എന്താ? അവര് എത്ര അപ്പോസ്തലന്മാരപ്പോ ഉണ്ടായിരുന്നു? 10 അപ്പോസ്തലന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ യൂദാസ് പോയി, തോമസ് അവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം അതിന്റെ തൊട്ട് താഴെ 24 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം 12 - 10. അപ്പം അത് നമ്മൾ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ, അപ്പൊ ആ ഒരു സമയത്ത് എന്താ, വചനമൊന്നും എഴുതപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് അപ്പോസ്തലന്മാർക്ക് അതുപോലൊരു ആത്മീയ അധികാരം അവർക്ക് വേണ്ടിയിരുന്നു. അപ്പൊ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാല് പാപങ്ങള് ദൈവത്തിനെ പാപം ക്ഷമിക്കാനൊക്കെ ഉള്ളൂ. എന്നാൽ ആ പാപം ക്ഷമിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഒന്ന് ഡിക്ലെയർ ചെയ്യുവാനുള്ള ഒരു അധികാരം അന്ന് അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. ഇന്നിപ്പം ഒരാള് എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ പാപം ക്ഷമിച്ചു എന്ന് നമുക്ക് പറയാനൊക്കെ ഇല്ല. നമ്മൾ അവരെ യോഹന്നാന്റെ സുവിശേഷം എടുത്ത് ഇതേ അപ്പോസ്തലന്മാർ എഴുതിയത്, യോഹന്നാനും പത്രോസും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം യോഹന്നാൻ എഴുതിയ ലേഖനമാണ് 1 യോഹന്നാൻ 1:7-9 ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് പറയും, ഒരു തന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ യേശുവിന്റെ രക്തം അവനെ കഴുകി ശുദ്ധീകരിക്കും. അപ്പൊ അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലനിലൂടെ എഴുതി പരിശുദ്ധാത്മ എഴുതിയ ആ വചനപ്രകാരം നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറഞ്ഞ് മനസ്സാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്റെ പാപങ്ങളെ ക്ഷമിച്ചു. ആ വചനത്തിലേക്ക് നമുക്ക് ഇന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനൊക്കും. എന്നാൽ ഈ യോഹന്നാന്റെ ലേഖനമൊക്കെ എഴുതപ്പെടുന്നത് എത്ര AD 90-കളിലാണ് യോഹന്നാൻ ലേഖനമൊക്കെ എഴുതപ്പെടുന്നത്. അപ്പൊ അതിനു മുമ്പ് അപ്പോസ്തലന്മാർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അധികാരം ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, വചനം എഴുതപ്പെടാതിരുന്ന സമയമായിരുന്നുകൊണ്ട്. അതായത് ആരുടെയെങ്കിലും പാപങ്ങൾ മോചിക്കപ്പെട്ടതായിട്ടോ അത് നിർത്തുന്നതായിട്ടോ അവർക്ക് അവരുടെ ആ ഒരു വിവേചനം അനുസരിച്ച് നിങ്ങളുടെ പാപങ്ങളൊക്കെ മോചിക്കപ്പെട്ടു, നിങ്ങൾ മാനസാന്തരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ആ കാര്യങ്ങളെ പ്രഖ്യാപിക്കുവാൻ, കർത്താവിന് പാപക്ഷമയെ പ്രഖ്യാപിക്കുവാനും അത് റിട്ടൈൻ ചെയ്യുന്ന പാപങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ അങ്ങനെയുള്ളവരെ അത് പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കാനും അവർ ഉത്സാഹിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു അധികാരം ദൈവം അവർക്ക് അന്ന് അപ്പോസ്തലന്മാർക്ക് കൊടുത്തിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നു. ഇന്ന് ഈ വചനം വെച്ചുകൊണ്ട് നമ്മൾ മിസ്കോട്ട് ചെയ്തുകൊണ്ട് എനിക്ക് അധികാരം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ദുരുപദേശമാണ്. അന്ന് അപ്പോസ്തലന്മാർക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു അധികാരത്തിന് ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അത് കൊടുത്തു എന്നുള്ളൊരു കാര്യമാണ് നമ്മള് സാക്ബറിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതായിട്ടുള്ള ആ വചനത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് കണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ? കർത്താവ് യഥാർത്ഥത്തിലുള്ള ആത്മാവിലെ ദാരിദ്ര്യത്തിനനുസരിച്ച്, ആത്മാവിലെ ദാരിദ്ര്യത്തിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് കർത്താവ് നമ്മളെ വന്ന് സന്ധിക്കുന്നത് എന്നുള്ളൊരു കാര്യം. നമ്മളിപ്പോ ഇന്ന് ഈ റൂമിൽ നമ്മൾ ഇത്രയും പേര് ഇരിക്കുന്നു. നമ്മളുടെ വചനത്തിന്റെ അറിവിന്റെ ബലത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ പാരമ്പര്യത്തിന്റെയോ നമ്മളുടെ വേറെ ഏതെങ്കിലും പ്രായത്തിന്റെയോ നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെയോ ഏതിന്റെയെങ്കിലും ലെവലിലല്ലേ, മറിച്ച് നമ്മളുടെ ആത്മാവിലെ ദാരിദ്ര്യം നമ്മൾ എത്രമാത്രം ഒരു ദൈവമുമ്പാകെ ഒരു ആവശ്യബോധത്തില് ഞാനാണ് കർത്താവേ എല്ലാവരിലും ഏറ്റവും ആവശ്യക്കാരത്തി ഞാനാണെന്നുള്ള ഒരു ബോധ്യത്തോടെ ആണെങ്കിൽ കർത്താവ് നമ്മളുടെ അടുത്തേക്ക് ആദ്യം വരുന്നത്. അപ്പൊ ആ ഒരു ബോധ്യത്തിൽ, ആ ഒരു ആവശ്യബോധത്തോടെ ആയിരിക്കുന്നവർക്ക് കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നതെന്നുള്ള കാര്യം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മള് കർത്താവ് തന്നെയാണ് വെളിപ്പെടുത്തുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടു. നമ്മളുടെയും വാക്കുകളിലൂടെയും ജീവിതത്തിലൂടെയൊക്കെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ കർത്താവ് വന്ന് തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ എവിടെയൊക്കെ ദൈവം നമ്മളെ അയക്കുന്നു അവിടെല്ലാം കർത്താവിനാൽ അയക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ളൊരു ബോധ്യത്തോടെ കർത്താവ് നമ്മളെ അയച്ചിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു കോളേജിൽ, ഈ ഒരു ഹോസ്റ്റലില്, ഈ ഒരു സ്കൂളില്, ഈ ഒരു അയൽവക്കത്ത്, ഈ ഒരു ഓരോ സ്ഥലങ്ങളിലും ദൈവം നമ്മളെ അയച്ചു പോകുന്നവരായിട്ട് കർത്താവിന്റെ സാന്നിധ്യത്തോടെ നമ്മൾ പോകുന്നവരാണെങ്കിൽ എത്ര വലിയൊരു അധികാരത്തോടെ, ഞാൻ മന്ത്രിയുടെ റെക്കമെൻഡേഷൻ ലെറ്ററുമായിട്ട് വന്നതെന്ന് പറയുന്നതിനെക്കാട്ടിൽ എത്ര വലിയൊരു അധികാരത്തോടാ, നമ്മൾ എത്ര വലിയ മാന്യതയോടാ നമ്മൾ ദൈവം എന്നെ അയച്ചതുകൊണ്ടാണ് ഞാനിപ്പം ഇന്നിവിടെ ആയിരിക്കുന്നേ എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ നമ്മൾ ചിലപ്പം ചില വീടുകളിൽ ചെന്ന് നമ്മൾ സന്ദർശിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കർത്താവ് എന്നെ അയച്ചിട്ട് ഞാൻ വന്നതെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ നമ്മൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും നമ്മൾ ഒരിടത്ത് വചനം പറയാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരിടത്ത് സുവിശേഷം പറയാനായിട്ട് പോകുന്നു, നമ്മളെ ദൈവം അയച്ചെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ നമ്മൾ പോകുമ്പോൾ എത്ര വലിയൊരു ഒരു ഉറപ്പ് നമുക്ക് അവിടെ ഉണ്ട്. ഞാൻ അതിന്റെ കോണ്ടെക്സ്റ്റിൽ ഒരു വാക്യം കൂടെ അങ്ങ് എടുത്തോട്ടെ. റോമർ 15:29 നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്.
അവിടെ പൗലോസ് പറയുക റോമർ 15:29 ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ വരും എന്ന് ഞാൻ അറിയുന്നു. എന്തുകൊണ്ടെന്ന് പൗലോസിനെ അറിയാം, ഞാൻ കർത്താവ് അയച്ചിട്ടാ എല്ലായിടത്തും എവിടെ പോയാലും ഞാൻ കർത്താവ് അയച്ചിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് when I come to you, I know that when I come to you, I will come in the fullness of the blessing of Christ. ഞാൻ എവിടെ പോയാലും ഞാൻ കർത്താവിന്റെ അനുഗ്രഹ പൂർത്തിയോടാ പോകുന്നത്. അല്ലാതെ അയ്യോ കർത്താവിനെ അനുഗ്രഹിക്കുമായിരിക്കും, കർത്താവിന്റെ കൂടെ വരുമായിരിക്കുമോ, ചിലപ്പം വരുമായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ പണ്ട് ഏതാണ്ട് പരസ്യത്തിലെ കൊച്ചു പറഞ്ഞതുപോലെ ചിലപ്പോൾ ചിലത് ശരിയാവും ചിലത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞതുപോലെ അത് പിന്നെ ഏതാണ്ടൊക്കെ ഹിറ്റ് വൈറലായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഏതാണ്ട് കൊച്ച് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തത്, അപ്പൊ ചെയ്തു വന്നപ്പോൾ അത് ശരിയായില്ല. അപ്പൊ അത് പറഞ്ഞ് ആശ്വസിപ്പിച്ചു, ചിലതൊക്കെ ശരിയാവും ചിലതൊന്നും ശരിയാവത്തില്ല. അത് ഭയങ്കര ഒരു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ട് പിന്നെ അത് ഇങ്ങനെ പത്രങ്ങളിലൊക്കെ വരെ വൈറലായിട്ട് വന്നെന്ന് പറഞ്ഞ പോലെ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ചിലപ്പം ദൈവം അനുഗ്രഹിക്കുമായിരിക്കും, ചിലപ്പം ദൈവം അനുഗ്രഹിച്ചിരിക്കില്ലായിരിക്കും എന്നുള്ളതല്ല. കർത്താവ് എന്നെ അയച്ചതാ, കർത്താവിനെ അനുഗ്രഹിക്കും ആ ഒരു വിശ്വാസത്തോടെ. അതാ ദൈവം നമ്മൾ പിതാവ് യേശുവിനെ അയച്ചതുപോലെ എന്നെ അയച്ചിരിക്കുക എന്നുള്ള ഒരു ബോധ്യത്തോടെ, അങ്ങനെ ഒരു നിർമ്മല മനസാക്ഷിയോടെ നമുക്കുള്ള വെളിച്ചത്തിൽ നമ്മൾ എവിടേക്ക് ദൈവം നമ്മളെ കടത്തി വിടുന്നു അവിടെ എല്ലാം കർത്താവിന് അനുഗ്രഹപൂർത്തിയോടെ നമ്മളായിരിക്കും. പിന്നെ നമ്മൾ വായിച്ചത് എന്താ, പരിശുദ്ധാത്മാവ് എന്റെ നിറവ് ഒരുമയോടെ നമ്മളായിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വരുന്നത്. പിന്നെന്താ, പരിശുദ്ധാത്മാവ് നമ്മളുടെ മേല് കർത്താവിന്റെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലൂടെയും ഉമിനീരിലൂടെയും കരസ്പർശത്തിലൂടെയും ഒക്കെ പരിശുദ്ധാത്മ കർത്താവിന്റെ വാക്കിലൂടെയൊക്കെ ആശ്വാസം ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വാക്കായിരുന്നു. അപ്പൊ അങ്ങനെ വാക്കിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് പ്രവഹിച്ചതുപോലെ കർത്താവിന്റെ ശ്വാസത്തിലൂടെയും പരിശുദ്ധാത്മാവ് പ്രവഹിക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ആ ഒരു നമ്മളിലൂടെയും അതുപോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകാൻ തക്കവണ്ണം കർത്താവ് നമ്മളുടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ ഒക്കെ മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ കർത്താവിന്റെ ആത്മാവിനെ ആശ്വാസത്തെയൊക്കെ ലഭിക്കുവാൻ തക്കവണ്ണം നമ്മൾ നുറുക്കത്തോടെ, നമ്മൾ ആദ്യ സൂച പറഞ്ഞതുപോലെ ആ ഒരു നമ്മളുടെ മരണം ഉണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് നമ്മളിൽ തന്നെ അത് ജീവനായിട്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകി മറ്റുള്ളവരിലേക്ക് ആ ജീവൻ പകർന്നു ഒഴുകും. നമ്മൾ ഓരോ സമയത്ത് നമ്മളെ സീറോ ആയിട്ട് മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ നമ്മളിൽ നിന്ന് നിറഞ്ഞ് അത് നമ്മളുടെ വാക്കുകളിലൂടെ നമ്മളുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരിലേക്ക് അത് ജീവനായിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങളിലേക്ക് ജീവനായിട്ട് വരുന്നതിന്റെ ഒരു അലരികളുടെ കാര്യം പറയുന്ന ഒരു യേശയ്യാവിലെ ഒരു വാക്യം കൂടെ ഞാൻ അങ്ങ് എടുത്തോട്ടെ. യേശയ്യാവ് 45-ാം അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. അലരികൾ എന്ന് പറയുന്നൊരു വാക്ക് അതെ ഇത് തന്നെയല്ലേ, പൊപ്ലാഴ്സ്, അതെ ഇത് തന്നെ 44-ന്റെ 3-ാമത്തെ വാക്യം. അതായത് നമ്മളുടെ കുഞ്ഞുങ്ങളിലേക്ക് കൊച്ചുമക്കളിലോട്ടൊക്കെ പരിശുദ്ധാത്മാവിന്റെ ജലം നമ്മളിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മളുടെ തലമുറകളിലേക്ക് ദൈവം ഒഴുക്കുന്നതെന്നുള്ളൊരു വാക്യമാണ്. ഐസയ 44:3, യെശയ്യാവ് 44-ന്റെ 3-ാമത്തെ വാക്യം. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും, നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. അത് കഴിഞ്ഞിട്ട് അതിന്റെ 4-ാമത്തെ വാക്യത്തില് അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരും എന്ന് പറഞ്ഞാല് ഇപ്പോ ഈ നദിയൊക്കെ ഒഴുകുന്നിടത്ത് എന്താ അതിന്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം ചെടികൾ നന്നായിട്ടങ്ങ് പെട്ടെന്ന് കിളിച്ചു വരും. വലിയ വരണ്ട ദേശമാണെങ്കിൽ എല്ലാം കഴിഞ്ഞു പോകും എന്ന് പറയുന്നത് പോലെ നമ്മളിലേക്ക് ദൈവം ഈ പരിശുദ്ധാത്മാവിനെ നിറവൊഴിക്കുമ്പോൾ അത് നമ്മളുടെ സന്തതിമേലും നിന്റെ സന്താനത്തിന് മേലും എന്റെ അനുഗ്രഹത്തെ പകരും. അതാ പറയുന്നത്, ഓൺ യുവർ ഓഫ് സ്പ്രിങ് ആൻഡ് മൈ ബ്ലെസ്സിങ് ഓൺ യുവർ ഡിസ്റ്റൻഡൻസ്. നമ്മുടെ മക്കള്, കൊച്ചുമക്കള്, നമ്മുടെ സന്തതി പരമ്പരകളിലേക്ക് എന്റെ നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന് മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും എന്ന് പറയുമ്പോൾ നമ്മളുടെ വീട്ടിലുള്ളവർ, നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ ഭാര്യ, ഭർത്താവ്, നമ്മുടെ അപ്പനമ്മമാരിലേക്ക്, നമ്മളുടെ അയൽപക്കത്തിലേക്കൊക്കെ ആ ഒരു അനുഗ്രഹം അവര് മറ്റുള്ളവരിലേക്ക് അനുഗ്രഹം പകരുമ്പോൾ ആ വലിയ ആർദ്രതയിൽ, ആ നനവില്, ആ പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിന്റെ നടുവില് അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെയുള്ള they will spring up among the grass like poplars. ചെറിയ ചെടികൾ മാതിരി ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ കുഞ്ഞുങ്ങള് പൊപ്ലാഴ്സ് പോലെ എഴുന്നേറ്റ് എന്ന വചനമൊക്കെ പറയുന്ന സങ്കീർത്തനം 1 മുതൽ 4 വരെ ഒക്കെ ഇങ്ങനെ പൊപ്ലാഴ്സ് പോലെ പെട്ടെന്ന് എഴുന്നേറ്റ് എന്ന് പറയും. ഇപ്പൊ നമ്മുടെ അർപ്പൺ മോൻ പറഞ്ഞതുപോലെ അതുപോലെ അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരുന്നുള്ളൊരു കാര്യം അതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം നമുക്കും കർത്താവ് നമ്മളിൽ മേല് പരിശുദ്ധാത്മാവിനെ ഇന്ന് ഒഴുക്കുമ്പോൾ നമുക്കും മറ്റുള്ളവരിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മളുടെ സഹോദരങ്ങളിലേക്കൊക്കെ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയൊക്കെ പകരുവാനും മറ്റുള്ളവർക്കും ജീവൻ നൽകുന്നവരായിരിക്കുവാനും ഒക്കെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് കർത്താവ് പോയ അതേ ക്രൂശിന്റെ പാതയിലേക്ക് പോകാൻ, ആ ആവശ്യബോധത്തോടെ കർത്താവിനെ നോക്കാൻ, ആവശ്യബോധത്തോടെ ആത്മാവിന്റെ ദാരിദ്ര്യത്തോടെ നമ്മളായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ
നമ്മളെ കർത്താവ് നമ്മളെ ബൈപ്പാസ് ചെയ്ത് പോകത്തില്ല. കർത്താവ് നമ്മളെ സന്ധിക്കും, അവിടുന്ന് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും, നമ്മളെ അയക്കും. നമ്മളെ അയക്കുമ്പോൾ നമ്മളിലുള്ള ആ അനുഗ്രഹങ്ങൾ, ആ ജീവന്റെ സമൃദ്ധി മറ്റുള്ളവരിലേക്കും പകരാനായിട്ട് കർത്താവ് നമ്മളെ ഉപയോഗിക്കും. കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ആവശ്യബോധത്തോടെ നമ്മളിന്ന് കാണപ്പെടുകയാണെങ്കിൽ നമ്മൾ തന്നെ ഒരു പൂജ്യമായിട്ട് ദൈവമുമ്പാകെ താഴ്ത്തി, കർത്താവ് ഞാനാണ് ഏറ്റവും ആവശ്യമുള്ള ആളെ, ഈ കർത്താവ് എല്ലാവരിലും ഞാനാണ് പാപിയിൽ പ്രധാനി, ഞാനാണ് ഏറ്റവും ആവശ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനൊക്കെ പരിശുദ്ധാത്മ നമ്മളിലേക്ക് വന്ന് നിറയും. ആ നിറവില് ഇന്ന് ഞാൻ ഗീതങ്ങൾ പാടിടും കർത്താവിന്റെ സന്നിധിയിൽ. ഇന്ന് മാധുര്യമേറുന്ന നാമം സ്തുതിഗീതങ്ങൾ ഞാൻ പാടിടും. നമ്മളെ കണ്ണുനീര് തുടയ്ക്കുന്ന കരുണയും കരം നീട്ടുന്ന കർത്താവ്, നമ്മള് കർത്താവിന്റെ ആ വിളി കേൾക്കുമ്പോൾ പരമാനന്ദം ലഭിക്കും. മറിയേന്ന് കർത്താവ് വിളിച്ചു, അവളെ അയ്യോ റബൂനി, കർത്താവെ യേശുവിനെ അവളെ തിരിച്ചടിഞ്ഞു. അതുപോലെ നമുക്ക് ആ ഓരോ വരികളും അർത്ഥമാക്കിക്കൊണ്ട് സന്തോഷത്തോടെ നമുക്ക് പാടാം. നമ്മതിന് ദൈവം മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പാകെ ഇന്ന് ഞാൻ ഗീതങ്ങൾ പാടും. നമ്മൾ ഒരുമനപ്പെട്ട് ഒരു ഹൃദയത്തോടെ നുറുക്കത്തോടെ ആവശ്യബോധത്തോടെ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ നടുവിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് നമ്മളുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതുന്ന ആ ഒരു കർത്താവ്, ആ സ്നേഹനിധിയായ കർത്താവ് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവിടുത്തെ അണിപ്പഴുതുള്ള ആ കരങ്ങളിലൂടെ വിരലിട്ട് നോക്കാൻ, അവിടുത്തെ ആ വിലാവിലെ മുറിവിലൂടെ കൈയിട്ട് നോക്കി അവിടുത്തെ ഹൃദയത്തിലേക്ക് ചെല്ലുന്ന ആ കൈ, ആ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മെ തന്നെ ആനയിക്കുന്ന ഒരു കർത്താവ്, ഇത്ര സ്നേഹനിധിയായ ഒരു കർത്താവ്. കർത്താവിന് വേറെ എന്തെല്ലാം കാര്യങ്ങളിൽ ഏർപ്പെടാമായിരുന്നു. പുനരുദ്ധാനം ചെയ്ത് ഭൂമിയിലേക്ക് വന്നിട്ടെന്ന കർത്താവ് ഏറ്റവും ആവശ്യത്തിലുള്ള തൻ്റെ ശിഷ്യകളെയും ശിഷ്യന്മാരെയൊക്കെ കാണുവാനായിട്ട് കർത്താവ് അവരുടെ കൂടെ 3 മണിക്കൂർ നടക്കാനും കർത്താവിന് മടിയില്ലായിരുന്നു. എത്ര വലിയ സ്നേഹനിധിയായൊരു കർത്താവ്. ആ വചനമെല്ലാം തെളിയിച്ചു കൊടുത്തുകൊണ്ട് എമ്മാവുസിലോട്ട് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന ഒരു കർത്താവ്, പത്രോസിനായിട്ട് പ്രത്യക്ഷപ്പെട്ടൊരു കർത്താവ്, ശിഷ്യന്മാരുടെ ഇടയിലേക്ക് വന്ന് തന്നെ വെളിപ്പെടുത്തി കൊടുത്തൊരു കർത്താവ്. ഈ യേശുവിനെ വെളിപ്പെടുത്താനായിട്ട് കർത്താവ് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇനിയും നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും ആവശ്യബോധത്തോടെ നമ്മളായിരിക്കുമ്പോൾ കർത്താവ് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിൽ അധികമായിട്ടുള്ള ഒരു ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ ഒരു നിറവ് എനിക്ക് ലഭിക്കണം കർത്താവേ. ഉള്ള ആവശ്യബോധത്തോടെ നമുക്ക് കർത്താവിലേക്ക് നോക്കാം, നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, നമ്മെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ മുമ്പാകെ താഴ്ത്തി ആ പരിശുദ്ധാത്മാവിനെ വിശ്വാസത്താൽ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ് ഫോർ ബ്രീതിങ് ഓൺ us ലോർഡ്. ഞങ്ങളുടെ മേൽ അവിടുന്ന് ഊതിയതിനായിട്ട് നന്ദി പറയുന്നു, ഊതിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി യേശുവേ, നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. പ്രൈസ് യു ലോർഡ്. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ നിറച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ അവിടുത്തെ സാക്ഷികളായിട്ട് കർത്താവേ, അവിടുത്തെ അങ്ങയാൽ അയക്കപ്പെട്ടവരായിട്ട് ആ ഒരു അധികാരത്തോടെ മാന്യതയോടെ കർത്താവേ ഞങ്ങൾ പോകുന്നിടങ്ങളിലെല്ലാം അവിടുത്തെ സൗരഭ്യവാസനയായിട്ട് അങ്ങേ കാണിച്ചു കൊടുക്കാൻ കർത്താവേ ഞങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവുള്ളതോർത്ത് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാ ഒരു വ്യക്തിയായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നവനായിരിക്കുന്നതോർത്ത് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. യേശുവിനെ വെളിപ്പെടുത്തുന്നവനായിട്ട് പരിശുദ്ധാത്മാവ് ആ സഹായകൻ വരും, അവന് എന്നെ വെളിപ്പെടുത്തി തരും, എന്നെ കാണിക്കും. ഹി വിൽ ഗ്ലോറിഫൈ മീ എന്ന കർത്താവേ, എന്നെ മഹത്വപ്പെടുത്തുമെന്ന് അവിടുന്ന് പറഞ്ഞല്ലോ കർത്താവേ. ആ പരിശുദ്ധാത്മാ ഞങ്ങളുടെ മേൽ എപ്പോഴും കർത്താവേ അവർ നിറവിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. അവർ ആവശ്യബോധത്തിൽ എപ്പോഴും ആ നുറുക്കത്തിലായിരിക്കാൻ, അവിടുത്തെ ആത്മാവിൻ്റെ നിറവിലായിരിക്കാൻ കർത്താവ് അങ്ങനെ സൗരഭ്യവാസനയായിട്ട് അയക്കപ്പെട്ടവരായിട്ട് കർത്താവ് അങ്ങേ കാണിച്ചു കൊടുക്കുന്നവരായിട്ട് കർത്താവ് അനേകർക്ക് ഈ സദ്വർത്തമാനം കർത്താവ് പാപക്ഷമയുടെ കർത്താവ് ആ പാപത്തിൽ നിന്ന് അവരെ പാപത്തെ ക്ഷമിക്കുക മാത്രമല്ല അവരെ പാപത്തിൽ നിന്ന് വിടുവിക്കും എന്നുള്ള ആ ഒരു പാപത്തെ ജയിക്കാൻ സഹായിക്കുന്ന ആ ഒരു പൂർണ്ണ സുവിശേഷത്തിൻ്റെ വക്താക്കളായിട്ട് കർത്താവ് അനേകയിടങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് അവിടുന്ന് തരുന്ന അവസരങ്ങളിലെല്ലാം അവിടുത്തെ സാക്ഷ്യപ്പെടുത്താനും കർത്താവെ മനം തിരിയുമ്പം അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാനും കർത്താവെ അവർ മനം തിരിയുന്നില്ലെങ്കിൽ കർത്താവെ അത് അവർക്ക് നിത്യനാശത്തിന് കാരണമാകുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാനുമുള്ള ഒരു അധികാരത്തോടെ കർത്താവെ ഞങ്ങൾ പോകട്ടെ. അതേ കർത്താവെ അവിടുത്തെ സാക്ഷികളായിട്ട് കർത്താവെ നാടെങ്ങും അവിടുത്തെ സാക്ഷികളായിട്ട് ഞങ്ങളെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. അതിനായിട്ട് ആ ഓടുവാനുള്ള ഊർജ്ജം കർത്താവെ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ മേൽ ഊതി തന്നിരിക്കുന്നവർക്ക് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. അധിക ബലത്തോടെ കർത്താവ് അതിശക്തിയോടെ അമിത ബലത്തോടെ ആത്മാവിനെ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു കർത്താവേ.